ശ്രീ ഹസ്കർ, തലസ്ഥാനത്ത് പലയിടങ്ങളിലായി സംസ്ഥാനത്ത് അക്രമം നടന്നു. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി ABVP സംസ്ഥാന സെക്രട്ടറിയെ വളഞ്ഞിട്ട് നൽകുകയാണ്. അത് വലിയ വീരപരിവേഷം നൽകേണ്ട കാര്യമൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരനെ കുറേ പേർ ചേർന്ന് ആക്രമിക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ മുഖമാണോ? കൃഷ്ണയില് അടിസ്ഥാനപരമായി കാണേണ്ടത് വിദ്യാർത്ഥികളെ പരസ്പരം തെരുവിൽ തല്ലിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത് തള്ളിവിട്ടത് കേരള ഗവർണർ അർലേക്കറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അദ്ദേഹം ഈ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹം തുടർന്നാൽ കേരളം ഇങ്ങനെ കലാപഭൂമിയായി കാണണം എന്ന് ആഗ്രഹിക്കുകയും അതുവഴി ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടം സംഘപരിവാറിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങ് പറഞ്ഞത് മുഖവിലേക്കെടുത്താൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? അങ്ങനെയല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് സഖാവ് പ്രസാദ് പങ്കെടുത്ത ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇങ്ങനെ ഭഗധ്വജം പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ചിത്രം വെച്ചിട്ട് അതിൽ പൂജ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പരിപാടി എന്ന നിലയിൽ അത് പറ്റില്ല എന്ന അർത്ഥത്തിൽ സഖാവ് പ്രസാദ് പറയുന്നു. എന്നാൽ ശിവൻകുട്ടിയുടെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യപരിപാടിയിൽ വെക്കാതെ വീണ്ടും അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇത്തരം ഒരു പൂജ നടത്തണമെന്ന് നിർബന്ധിക്കുക എന്ന് പറയുന്നത് ശിവൻകുട്ടി വന്ന ശേഷം അവിടെ എടുത്തു വച്ചതല്ല ഭാരതാംബയുടെ ചിത്രം. എതിർപ്പുണ്ടെങ്കിൽ പോകരുതായിരുന്നു. പി പ്രസാദ് ചെയ്തല്ലോ. പി പ്രസാദ് പോയില്ല, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കയറി ചെന്നിട്ട് അത് ബഹിഷ്കരിച്ച് പ്രോട്ടോകോൾ ലംഘനം നടത്തി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞിറങ്ങി പോകുന്നതാണോ ആണത്തം? കൃഷ്ണരാജ് അതിൽ വളരെ കൃത്യമായിട്ട് അതിൽ ഇൻവിറ്റേഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. പ്രോട്ടോകോൾ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ ഇത്തരത്തിൽ ഈ മദർ ഇന്ത്യയെ പൂജിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു കാര്യപരിപാടി ഉള്ളതായി കാണുന്നത്. ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധാണ്. മാത്രമല്ല, എവിടെ നിന്ന് വന്നതാണ് ഈ മദർ ഇന്ത്യ എന്ന കോൺസെപ്റ്റ്? അത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നത്. രവീന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു ചിത്രം. ആ ചിത്രമല്ലല്ലോ ഇപ്പൊ തന്നെ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വന്ദേ ഭാരതത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞിട്ടുള്ള ചിത്രമല്ല ഇപ്പോ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട RSS നിശ്ചയിക്കുകയും അതിന് ഉപോത്ബലകമായി ഗവർണർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പരസ്പരം തല്ലിക്കുന്നതിനുള്ള വേദിയാക്കിയിരിക്കുന്നത്. ഇത് ഒരു തല്ലിതൊരു പരിഹാരമല്ല. ഇതിൽ രാഷ്ട്രീയമായി അതിന് പരിഹാരമാണോ ഈ ABVPയുടെ ചെറുപ്പക്കാരെ വഴിയിലിട്ട് അടിക്കുന്നത്? ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങ് ഇപ്പോഴും അതിന് കൃത്യമായ ഉത്തരം തന്നിട്ടില്ല. സംരക്ഷണ ചുമതല ആർക്കാണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ആർക്കാണ്? പോലീസിനാണോ ഗുണ്ടകൾക്കാണോ? അതല്ല. അങ്ങ് അതിന് ഉത്തരം തരൂ പ്ലീസ്. അതിന് ഉത്തരം തരൂ. അല്ല, ഒന്ന് ഏതൊരു വ്യക്തിയുടെയും സുരക്ഷാ ചുമതല ഞാൻ അതിനെ മുഖ്യമന്ത്രിയെന്നോ വിദ്യാഭ്യാസ മന്ത്രിയെന്നോ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്റെയും അങ്ങയുടെയും അടക്കം സുരക്ഷാ ചുമതല കേരള പോലീസിന് തന്നെയാണ്, ഒരു സംശയമില്ല. മറിച്ച് സ്വയം പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം വരുന്ന തരത്തിൽ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം അപ്പാടെ പാളിയെന്ന് സമ്മതിക്കുന്നു. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയല്ലോ, എത്രയോ നാളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് റോളെന്ന് ഞാൻ പറയാത്ത ഉത്തരം എന്റെ വായിൽ അല്ല. അങ്ങിപ്പോ പറഞ്ഞ എന്താണ്? സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ചെയ്യുമെന്നാണ്. ഇവിടെ സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം എന്താണ്? അതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. SFIയെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശയപരമായ നേതൃനിരയിൽ നിൽക്കുന്ന CPM നേതാക്കന്മാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത് എന്താപത്താണ്? ഒരു മന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്ര വിധം മോശമാണോ കേരളത്തിലെ സാഹചര്യം? അതാണെങ്കിൽ സമ്മതിക്കുന്നത്. അങ്ങനെയെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഗവർണറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അങ്ങിപ്പോഴും ഗവർണറെ കുറ്റം പറയുന്നു. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പക്ഷം അതായിരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അവരുടെ ആവശ്യം അത് മാത്രമല്ല, അതും കൂടി അങ്ങ് കേൾക്കണം.
അങ്ങ് കേൾക്കണം, അതുകൂടി അങ്ങ് കേൾക്കണം. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്നു എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രമല്ല, ഭാരതംബായ മാത്രം പറയല്ലേ. പദ്ധതി നടപ്പാക്കണമെന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ ABVP സംസ്ഥാന സെക്രട്ടറി അടക്കം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു, നിവേദനം നൽകിയിരുന്നു. ശേഷം അതേ ഘടകകക്ഷികളുടെ എതിർപ്പ് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ വന്നിട്ടുള്ളത്. അതിനകത്തെല്ലാം വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് തന്നെ കാര്യങ്ങളിൽ വലിയ വ്യക്തത ഇല്ലാന്ന് തോന്നുന്നു. വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പോകുന്നത് അതുകൊണ്ടാണെന്നാണ്. അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കുന്നു, SFI ചെയ്തതിനെ ന്യായീകരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്ത് പണിയാണ് എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് AKG സെൻറ്ററിൽ നിന്നായിരിക്കാം, കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇവിടെ എത്രയോ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ABVP അത് തടയാനോ ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, നമുക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ SFIക്കാർക്ക് എന്താണ് പ്രത്യേകത? അവർ പറഞ്ഞ് ഇദ്ദേഹം തന്നെ പറയുന്നതിൻ്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. നമ്മളെ സംബന്ധിച്ച് അക്രമമല്ല, ഞങ്ങൾക്ക് തെരുവിൽ തല്ലാൻ സമയവും ഇല്ല, ഞങ്ങളുടെ പണിയും അല്ലത്. അത് SFIക്കാർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പണിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സംഘടനകളും മറ്റു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മൂല്യച്യുതി സംഭവിച്ച, ആശയത്തിന് അടിത്തറയില്ലാത്ത, സംഘടന കാലഹരണപ്പെട്ട പ്രത്യശാസ്ത്രത്തിൽ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ ലൈവ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാണാനൊന്നുമില്ല. കാരണം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം എന്താണ്? ഞങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു. ആ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇതേ നന്ദൻ അവിടെ എത്തി ഗുണ്ടകളുമായിട്ട്. നിങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞങ്ങൾക്ക് നേരെ കൊലവിളി നടത്തിയപ്പോൾ അവിടെ പോലീസുകാർ എന്താണ് പറഞ്ഞത്? അവരുടെ നെയിം ബോർഡ് അടക്കം വലിച്ചു പറിച്ച് കൊണ്ടുവന്നത് കണ്ടു. അവരെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്നത് കൊണ്ട് പോലീസുകാർ എവിടെയും പരാതിപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും പോലീസിനൊരു പ്രശ്നമല്ല. അവരൊരു ധാരണയുണ്ട്, നല്ല അന്തർധാരയുണ്ട്. അത് വിട്ടിട്ട് ഇന്നലെ പോലും നടന്നതാണ്. ഈ പ്രതികളെ പിടിക്കുന്നതിന് പകരം ആർക്കാണോ പരിക്ക് പറ്റിയത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്, ഹോസ്പിറ്റലിനകത്തേക്ക് തള്ളിക്കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്ത് മാതൃകയാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി ബി വിഷ്ണു. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ. ഡോക്ടർ MV നടേശൻ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധങ്ങളിലൂടെ, അവകാശ സമര പോരാട്ടങ്ങളിലൂടെ സജീവമായൊരു രാഷ്ട്രീയ സംവിധാനമാണ് ഇടതിൻ്റേത് എന്ന എല്ലാവർക്കും അറിയാം. അവരുടെ അവകാശവാദവും അതാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനെതിരെ, ഒരു മന്ത്രിക്കെതിരെ യുവാക്കൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെ അവരുടെ സംഘടനയിലെ യുവജന സംഘടനകളുടെ നേതാക്കളെ കൊണ്ട്
SFIക്കാരെ കൊണ്ട് DYFIക്കാരെ കൊണ്ട് CPM നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് നഗരസഭയിലെ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തലസ്ഥാനത്തടക്കം CPM, DYFI, SFI ഗുണ്ടാരാജു. നമസ്കാരം. കേരളം വീണ്ടും ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പോലീസും അതുപോലെ തന്നെ CPM നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. എപ്പോഴൊക്കെയാണോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത് ആ സമയത്തെല്ലാം ഒന്നുകിൽ CIT ഇറക്കും, അതല്ലെങ്കിൽ DYFI ഇറക്കും, അതല്ലെങ്കിൽ SFI ഇറക്കും. അതല്ല എങ്കിൽ ആരെങ്കിലും കൊല്ലുകയെങ്കിലും ചെയ്യും. ഇതിലൂടെ അവര് കാണുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ഇതിന്റെ ഫലമായി സംഭവിച്ചത് കേരളത്തില് ഇന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഭയമാകുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുന്ന് രക്ഷ നേടുകയാണ്. ഇതിന് ഉത്തരവാദി ഈ പറഞ്ഞ ഒരൊറ്റ പ്രസ്ഥാനത്തിനുള്ളതാണ്. എന്തും മഹത്വം പറഞ്ഞാലും കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ ഈ നിലയിലേക്ക് മാറ്റി, അതായത് സ്വാതന്ത്ര്യമില്ല എന്നത്, ഒരു തൊഴിലിടത്ത് CIT അല്ലാത്ത ഒരു ടീം ചെന്ന് കഴിഞ്ഞാൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. കലാലയങ്ങൾ ഇതുപോലെ തന്നെയാണ്. 24 മണിക്കൂറും അവിടെ തമ്പടിച്ചിരിക്കുന്നതായ വിദ്യാർത്ഥികളല്ല ശരിക്കും യഥാർത്ഥത്തിൽ. വിദ്യാർത്ഥികളല്ല, അവരെല്ലാം തന്നെ ഗുണ്ടകളാണ്. ആ തരത്തിൽ മറ്റൊരു ആശയത്തെ ഒരു തരത്തിലും സ്വീകരിക്കാത്ത ഒരു സമീപനം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതേ ആളുകൾ എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ DYFIക്കാരന്റെ ആവശ്യമല്ല, SFIക്കാരന്റെ ആവശ്യമല്ല. പക്ഷെ ഇവിടെ കേരളത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള ആ അവസരത്തെ, അവകാശത്തെ ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച പോലെ ബഹളങ്ങളൊക്കെ നടന്നു. പക്ഷെ ഓർക്കേണ്ടത്, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഇവരെല്ലാവരും മറക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അത് അനുഭവിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന കാര്യം ഇവർ മറക്കുന്നു. ഇവരിപ്പോ ഇറങ്ങി പുറപ്പെട്ടിരിക്കണേ എന്താ വെച്ചാൽ രാഷ്ട്രപതിക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഗവർണർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പാഠ്യപദ്ധതി റെഡിയാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. മര്യാദക്കൊരു 4 വാക്യം പോലും പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുമാണ് ഈ വേഷം കെട്ട് പറയുന്നത്. ഒരിക്കലും ആ തരത്തിലുള്ള സമീപനം കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തെ പ്രതിനിധീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ അന്താരാഷ്ട്ര വേദിയിൽ വന്ന് നമ്മുടെ പല നേതാക്കന്മാരും കിടന്ന് കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതല്ല കേരളത്തിന്റെ പാരമ്പര്യം. കേരളം എല്ലാ തരത്തിലും മുന്നേറണമെങ്കിൽ വിദ്യാഭ്യാസ രംഗം തന്നെ മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ രംഗങ്ങളും അതുപോലെ കലാലയങ്ങളും മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിലേക്ക്, പ്രത്യേകിച്ച് സർക്കാരിന്റെ കോളേജിലേക്ക്, മാനേജ്മെന്റ് കോളേജിലേക്ക് ചെന്നാൽ അപ്പൊ അറിയാം, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വരകളും കൊടികളും രീതികളുമാണ് അവിടെയുള്ളത്. ഈ സ്ഥലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിർഭയമായി പോകാൻ സാധിക്കും എന്നത് ഇവിടുത്തെ ഓരോ പൗരനും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതിന് മറുപടി പറയാതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഗവർണർ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഭാരതമാതാവ് എന്നുള്ളതും ബോലോ ഭാരത് മാതാ കി ജയ് എന്നുള്ളതെല്ലാം ഇത് RSSകാര് ഉണ്ടാക്കിയതല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയും ടാഗോറും അരവിന്ദ ഘോഷും അടക്കമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വന്ദേ മാതരം എന്ന് വിളിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ ആരും കേൾക്കാതിരിക്കില്ല. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേട്ടിട്ടുണ്ട് കാണും. അത് എങ്ങനെയുള്ളവർക്കാണ് അഭിമാനമാകുന്നത്? എന്റെ നാടാണ്, എന്റെ സംസ്കാരമാണ്, എന്റെ ഭാഷയാണ് എന്ന ബോധമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബോധം ഉണ്ടാവുള്ളൂ.
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ DNA-യില് ദേശീയ ബോധമോ ഇവിടുത്തെ സംസ്കാരത്തോടോ ഭാഷയോടോ ഒരു തരത്തിലും അവർക്ക് സ്നേഹമില്ല എന്നത് പലവരും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ വേദത്തെയും പുരാണത്തെയും ഭാഷയെയും സംസ്കാരത്തെയും കലയെയും അതിനെല്ലാം വെറുപ്പോടെ കാണുന്ന ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ടോ ഏതെല്ലാം രാജ്യത്തെ നശിപ്പിച്ച ബിംബങ്ങളാണോ കഞ്ചാവിനും മയക്കുമരുന്നിനും പ്രതീകമായിട്ടുള്ള ചില വ്യക്തികളെ, അവരാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ പ്രതീകമായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടത്തെ പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം നന്നാവണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കണം. അവരായുധം താഴെ വെക്കണം. ഇവിടുത്തെ പല കലാലയങ്ങളും അത് അവരുടെ ഓഫീസായിട്ടുള്ളത് അതെല്ലാം അവരുടെ എന്താ പറയുക ആയുധപ്പുരകളാണ്. ടി.എസ്. ഉല്ലാസ് ബാബു, അധ്യാപകരെ അപമാനിക്കുക,
അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മത്സരിക്കാൻ പോലും, നോമിനേഷൻ കൊടുക്കാൻ പോലും അവകാശം നിഷേധിക്കുക, അക്രമം അഴിച്ചുവിടുക, ഏതെങ്കിലും വഴിയിലൂടെ ജോലിയിലേക്ക് മറ്റ് തലങ്ങളിലേക്കൊക്കെ പിൻവാതിൽ വഴി കടന്നു കയറുക, പോലീസിൻ്റെ പണി ചെയ്യുക, ഗുണ്ടകളുടെ പണി ചെയ്യുക. ഈ SFIയും DYFIയും ഒക്കെ എന്ത് മാതൃകയാണ്? അല്ല, നിങ്ങളിപ്പോൾ ആ ചോദിച്ചതിൽ തന്നെ ഒരു തെറ്റുണ്ടല്ലോ. കാരണം എന്ത് മാതൃകയാണ് എന്ന് ചോദിക്കല്ല. ഈ തെമ്മാടിപ്പിള്ളേരെ പണ്ടും മാതൃകയല്ലല്ലോ കേരളത്തിനകത്ത്. ഇവരുടെ പരിപാടി എന്താണ്? ചോറ്റുപാത്രം ബാഗിലും വെച്ച് നേരെ സ്കൂളിലേക്ക് വരിക, അത് സ്കൂളിലേക്കും കോളേജിലേക്കും വരിക, അത് അവിടെ വെച്ച് തെരുവിലിറങ്ങുക, തെണ്ടിത്തരങ്ങൾ കാണിക്കുക എന്ന് പറയപ്പെടുന്നത് ആപ്തവാക്യമായിട്ടും അത് ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുന്ന വിഭാഗമാണല്ലോ. ഇവരെ വിദ്യാർത്ഥികളൊന്നും വിളിക്കാൻ പറ്റില്ല. അതായത് അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളരാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ലെവലേശം പോലും യാതൊരുവിധ തരത്തിലുള്ള സാംസ്കാരിക മൂല്യമോ മര്യാദയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാത്തൊരു വിഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പൂർവ്വചരിത്രം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവർ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും അധ്യാപകരുടെ കസാര കത്തിക്കലായിക്കോട്ടെ, അധ്യാപകരെ ശവക്കുഴി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവക്കല്ലറ ഒരുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അധ്യാപകരോട് അനാവശ്യം പറയുന്ന വിഷയമായിക്കോട്ടെ, നിരവധി പ്രധാന അധ്യാപകന്മാർ ഇവരുടെ പ്രവർത്തികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ ആയുധം എന്ന് പറയപ്പെടുന്നത് ABVP വിദ്യാർത്ഥികളുടെ അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനോപാധി ഇറങ്ങിയ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് പുസ്തകവും പേനയും അതുപോലെ തന്നെ ബാഗും ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇവന്മാരുടെ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് എന്താണ്? കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ വടിവാളും വെട്ടോത്തിയും ചങ്ങലയും ബോംബും കൊണ്ടുവന്നിട്ട് ആ പ്രവൃത്തി മുഴുവൻ കാണിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചിരുന്ന വ്യക്തിയാണല്ലോ ഒന്നാന്തരം ഗുണ്ടാ സ്വഭാവം നടത്തുന്ന കേരളത്തിലെ മന്ത്രിയാണെന്ന ബോധ്യം പോലും ഇല്ലാത്ത ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ. എന്താണ് ഇവിടുത്തെ ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ? അത് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. എന്താണ് ശിവൻകുട്ടിക്ക് ഇതിൽ ഇത്ര വലിയ ആഭാസത്തരം കാണിക്കുന്ന വ്യക്തിക്ക് എത്ര വലിയ വിഷമമുള്ളത്? എന്താ ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും നടന്നു പോകുന്നതും. ഗതികേട് കൊണ്ടാണല്ലോ കേരളം ആ വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയായി അംഗീകരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കേണ്ടി വരുന്നതുകൊണ്ട്, അല്ലാണ്ട് അറിവും വിവരവും പ്രാപ്തിയും ഒന്നും ഉള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഭാരതാംബയെ വെച്ച പടം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് ആ ഭാരതാംബ എന്നൊന്ന് ഈ മിടുക്കിനോടൊന്ന് എഴുതാൻ പറഞ്ഞു നോക്കിയ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോട് 4 ദിവസം എടുത്താലും ആ പൊന്നുമോനത് എഴുതാൻ പറ്റൂല. 2, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിയമസഭയിലെ ആഭാസതരം കാണിച്ച് വള്ളിനിക്കർ കേരളത്തിനും സമൂഹത്തിനും കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പ്രമുഖ ഗുണ്ട, ആ ഗുണ്ടയെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ള മറ്റു ഗുണ്ടാ പിള്ളേർ. ഇതാണല്ലോ അതിൻ്റെ കാര്യം. ഇത് കുറേ ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. 9 കൊല്ലമായിട്ട് ഈ റോഡിൽ തേണ്ടി നടന്ന് ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ ഇവർക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് മുഴുവൻ ജയ് വിളിക്കേണ്ടുള്ളത് കൊണ്ട്, അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ചുരുക്ക് തീർക്കാൻ ABVPയുടെ കുട്ടികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അഭ്യാസം കളിക്കാം എന്നിവർ കരുതിയെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനും അവർക്ക് വേണ്ട നീതിന്യായ വ്യവസ്ഥയിൽ കിട്ടേണ്ട കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ആളുകളുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആ കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് യാത്ര നടന്നല്ലോ. 21 മരവാഴകൾ കേരളത്തിലെ വണ്ടിയിൽ കയറിയിരുന്ന് ഏറ്റവും കൂടുതൽ പരാതി മേടിക്കുന്നതാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ വാല്യൂ എന്ന് പറഞ്ഞ് യാത്ര ചെയ്തല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സമയത്ത് ഇവരൊരു പരിപാടി പോലീസും ഇവരുടെ ഗുണ്ടകളും കൂടി ചെയ്തു. അത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ രക്ഷാപ്രവർത്തനം എന്നാണല്ലോ വ്യാഖ്യാനിച്ചത്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം യൂത്ത് കോൺഗ്രസ്സുകാരോട് ചെയ്ത സമയത്ത് അത് മേടിച്ച് വെച്ച് വീട്ടിൽ പോയ ശൈലി ആയിരിക്കില്ല ABVP കുട്ടികളോട് ഇവർ ചെയ്താൽ. അത് തിരിച്ച് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി തന്നെ ജനാധിപത്യ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ മുന്നിൽ നിർത്തി വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് കൃത്യമായി തന്നെ ഈ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ നേരിടാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ, യഥാർത്ഥ വിദ്യാർത്ഥികൾ തയ്യാറാകും. ഇതേപോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം ശ്രീകൃഷ്ണ. എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ദുരന്തം ഏറ്റെടുത്തതിന് ശേഷം
ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു കഴിവും പരകഴിവും ഇല്ലാത്ത ബിന്ദു മിനിസ്റ്റർ ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ 9 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ ഇന്ത്യ വിട്ടുപോക്ക്, കേരളം വിട്ടുപോക്ക് നിങ്ങളൊന്ന് കണക്കെടുത്ത് പരിശോധിക്കണം. നട്ടല്ലും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ പുറത്തുവിടട്ടെ ആ കണക്ക്. ഇവർ അതിന് കൈയടിച്ച് വിമാന ടിക്കറ്റും കയറ്റി വിടുകയല്ല കേരള സർക്കാർ ചെയ്യേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറം രാജ്യത്തേക്കും പുറം സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പഠിക്കാൻ പറ്റാത്ത രീതിയിൽ മലീമസമായിരിക്കുന്നു എന്ന ബോധ്യം ആ കുട്ടികൾക്കും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മലീമസമാകുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ക്യാമ്പസുകളിൽ ഈ SFI എന്ന് പറയപ്പെടുന്ന വിഭാഗം ഗുണ്ടകളുടെ വിളയാട്ടങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ അധ്യാപക സംഘടനയടക്കമുള്ള അധ്യാപകരാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു. അവിടെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നു. അവർ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിനപ്പുറത്തേക്കും ഇന്ത്യക്കപ്പുറത്തേക്കും പോകേണ്ട ഒരു ഗതികേട് അവസ്ഥയുണ്ടായിരുന്നു. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ വിഭാഗം ഗുണ്ടകളാണ്. ഈ ഗുണ്ടകളുടെ വിളയാട്ട് ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക. അവിടെ പോലീസുകാരുണ്ടായിരുന്നല്ലോ. ഇന്നലെ കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയും ഈ അഷറഫ് എന്ന് പറയപ്പെടുന്ന ഒരു പോലീസുകാരൻ്റെ സർവ്വസമ്മതത്തോടുകൂടി CIയും SIയും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഈ ഇടതുപക്ഷ ഗുണ്ടകളുടെ വിളയാട്ടം നടന്നു. ആ SFIയുടെ ഗുണ്ടാ വിളയാട്ടത്തിന് വേണ്ടി നിർത്തിക്കൊടുക്കുകയാണ് അഷറഫ് എന്ന് പറയപ്പെടുന്ന ACPയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരത്തിൽ മറ്റൊരു പ്രവൃത്തി നടക്കുമ്പോൾ പോലീസ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ അച്ചുവീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല അവർക്ക് കൊടുക്കുന്നത്. എൻ്റെയും കൃഷ്ണരാജിൻ്റെയും അതേപോലെ തന്നെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും നികുതി പണത്തിൻ്റെ വിഹിതമാണ് ശമ്പളം കൊടുക്കുന്നത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ അവർ കണ്ണടയ്ക്കുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരോട് അവർക്ക് നീതി കാണിക്കാൻ വേണ്ടിയാണ് ഈ നീതികേടിന് അവർ കൂട്ടുനിൽക്കുന്നത് എന്നും കൂടി പൊതുജനം ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു സമയമാണിത്. ഇവിടെ ആ ചെയ്തത് പരിപൂർണമായിട്ട് എന്ത് ചവിട്ടാണ് ചവിട്ടുന്നത്? എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എന്ത് തെറ്റാണ് ആ വിദ്യാർത്ഥി നേതാവ് ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള മോശകരമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ നാട് അംഗീകരിക്കാത്ത വിഷയത്തിൽ അദ്ദേഹം ഏർപ്പെട്ടോ? ഏതെങ്കിലും തരത്തിൽ നിയമത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം കൂട്ടുനിന്നോ? നിങ്ങൾ ചോദിക്കണം. ഈ കാര്യത്തിലൊന്നും ഇല്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കടവയറ്റിലേക്ക് തല്ലുന്നു. അത് പിടിച്ചു മാറ്റാനായി ഈശ്വർ പ്രസാദ് ചെല്ലുന്നു. വളരെ ക്രൂരമായി ഒറ്റയ്ക്ക്. അതിൽ എന്ത് അന്തസ്സാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ 10-12 പേർ ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുന്നു, തല്ലുന്നു, ചവിട്ടുന്നു, വീണ് കിടക്കുന്നിടത്ത് വീണ്ടും ചവിട്ടുന്നു. അല്ല, ശിവൻകുട്ടിയുടെ ഗുണ്ടാപ്പടയിൽ നിന്ന് ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശിവൻകുട്ടിയും അത് തന്നെ ആയിരുന്നല്ലോ. അതൊന്ന് നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കേരളത്തിലെ നിയമസഭയിൽ ഇപ്പൊ ശിവൻകുട്ടി ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത് ശ്രീ കൃഷ്ണരാജ്. ആ ഭരണഘടനയിൽ എവിടെയാണ് സർ ഈ നിയമസഭയിൽ വള്ളി ടൗസ് റൂട്ട് വേഷം കെട്ട് കാണിച്ചുകൊണ്ട് ഡൈസിൽ കയറി തെമ്മാടിത്തരം കാണിക്കാമെന്ന് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ശിവൻകുട്ടിയോട് ആരോടെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയ ഗുണ്ട കേരളം ഭരിക്കുമ്പോൾ ചെറിയ ഗുണ്ടകൾ കേരളത്തിലെ തെരുവീതികൾ വിളയാടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി കുറവല്ല പോലീസിന്. പക്ഷെ പോലീസ് അവിടെ കണ്ണടയ്ക്കുന്നത് നിയമവാഴ്ച ഭംഗിയായി നടപ്പിലാക്കേണ്ട വ്യക്തികൾ, നീതിന്യായ വ്യവസ്ഥ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം വാങ്ങികളായി, അടുക്കള നിരങ്ങികളായി മാറുന്നു എന്ന വലിയൊരു സാഹചര്യം കേരളം കാണുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷം, അങ്ങനെ ഒരു പക്ഷം ഇവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം എന്ത് മോശത്തരം പോലീസിൻ്റെ ഭാഗത്തുണ്ടായാലും, എന്തൊക്കെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരാജയപ്പെട്ടാലും ഒരു പ്രയാസവും ഇല്ല. പിണറായി നിങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർ കാണിക്കുന്ന ഈ മോശത്തരങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അവന് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ പോലീസ് നിയമവാഴ്ച നടപ്പിലാക്കി നീതിന്യായ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി കൊണ്ടുവന്ന് അവന് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പഴയ ABVP പ്രവർത്തകർ കൃത്യമായി ഞങ്ങളും തെരുവിലിറങ്ങും.
ബി വിഷ്ണു, നിങ്ങൾ ഇന്നലെ പല സമരങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിലത്തേതാണ് കൂടുതൽ അക്രമാസക്തമായത്. ഇന്ന് രാവിലെയും പലയിടങ്ങളിൽ സമരങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ റോഡ് ഉപരോധം നടന്നു. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് എന്തു പ്രതിഷേധമാണ്? ഇന്ന് തലസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, കേരളത്തിലെ പല സ്ഥലങ്ങളിലും കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്ക് മാത്രമല്ല, ഇന്ന് നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിൽ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ മാർച്ചിനെ പറ്റി മാത്രമാണ് ഈ ഒരു സമയം വരെ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഏത് തരത്തിൽ ഈ പറഞ്ഞ നേരത്തെ ഉല്ലാസേട്ടൻ പറഞ്ഞതുപോലെ എസ് എഫ് ഐക്കാരാണോ അല്ലെങ്കിൽ ഇന്നലെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കും. ഇത് വിദ്യാർത്ഥികളെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാലിലെ കൗൺസിലടക്കമുള്ള ആൾക്കാരുണ്ട്, DYFIയുടെ വഞ്ചിയൂരിലെ മേഖലയുടെ ചുമതലയുള്ള ആളുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ഏരിയ കേന്ദ്രീകരിച്ച് അല്ലെ 2-3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെന്ന് വരുന്ന ഒരു ഗുണ്ടാ ബെൽറ്റാണ്. പണ്ട് മുതലേ കാലങ്ങളായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടാ സമ്പ്രദായത്തിനെ വളർത്തിയിട്ടുള്ള നേതാവാരാണ്? ശിവൻകുട്ടിയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിണറായി വിജയൻ്റെ വിശ്വസ്തനായ അനുയായിട്ട് നടക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് പരുമല കോളേജിൽ നമ്മളുടെ വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞ് മുക്കിക്കൊന്ന ആ വിഷയത്തിനോടനുബന്ധിച്ച് നിയമസഭയിൽ അത് ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ MLA വലിയ തമാശയോടെ നിങ്ങൾക്ക് എന്താണ് പിന്നെ ABVP-കാരുടെ കാര്യത്തിൽ ഇത്ര വലിയ ഉത്സാഹം എന്ന് ചോദിച്ച് അടക്കിയിരുത്തിയ ആളാണ് അന്നത്തെ നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അയാളുടെ പിൻതലമുറക്കാരനാണ് ഈ പറയുന്ന പിണറായി വിജയൻ. അയാളുടെ കാവലാളാണ് ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്നും ഒന്നും പറഞ്ഞ് സമയം കളയാനായിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കലാലയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 കലാലയങ്ങൾ 3 കലാലയങ്ങൾ നമ്മളിപ്പോൾ സംസ്കൃത കോളേജിൽ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ, കാര്യവട്ടത്ത്, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും തന്നെ ഇവർക്ക് യൂണിറ്റ് ഉണ്ടോ? യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ നേതൃത്വം തന്നെയാണ് അത് പിരിച്ചുവിട്ടത്. അപ്പോൾ അവരുടെ പാർട്ടി സമ്മേളനത്തിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തതാണ്. SFIയെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, CPM-ൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരത് പറഞ്ഞത്? ഒരു സംഘടനയ്ക്ക് പോലും, പേരൻ്റൽ സംഘടനയ്ക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നാടിന് മൊത്തത്തിലൊരു വിപത്തായിട്ട് അവർ വളർന്നു വരികയാണ്. അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഗൂൺസിനെ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ 2025 കാലം മാറിയിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ കയ്യൂക്ക് കൊണ്ട് മാത്രമേ അധികാരം പിടിക്കാനാവൂ എന്നുള്ള സങ്കല്പമാണ് അവർക്ക്. തിരുവനന്തപുരത്തെ ഭരണപരാജയം മറച്ചു വയ്ക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരുടെ മേയറുടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയങ്ങളിലേക്ക് പോകുന്നത് അത് തന്നെയാണ്. കാരണം പ്രതിഷേധങ്ങളൊക്കെ സമാധാനപരമായിട്ട് ABVP കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് ചെല്ലും ചിലവും കൊടുത്ത് സാമ്പത്തികവും കൊടുത്ത് പോലീസുകാരെ കൂട്ടി നിർത്തിയിട്ട് എവിടെയും കയറി ചെന്ന് എന്തും ചെയ്യാമെന്നുള്ള ഒരു പോളിസി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഇവരുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്യാബിനറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇവർ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ച പോളിസി ആയിരിക്കണത്. ഡോക്ടർ MV നടേശൻ, ഉത്തരം മുട്ടുകയാണവർക്ക്.
സുരക്ഷാ ചുമതല ആർക്കെന്ന് ചോദിച്ചപ്പോൾ പോലീസിനാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ പ്രതിരോധിക്കേണ്ട സമയം വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞത്. 7 പേരാണ് ABVP-ക്കാർ അവിടെ ഉണ്ടായിരുന്നത്. ആ 7 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രതിരോധമൊരുക്കിയാണ് DYFIയും SFIയും ഒക്കെ ചേർന്ന്. എന്തൊരു കഷ്ടമാണ്. എനിക്ക് ആദ്യം ABVP-യുടെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ നയിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ജ്ഞാനം ശീലം ഏകത. അത് ആ തരത്തിലുള്ള ആളുകളോട് മാത്രമേ അത് പാടുള്ളൂ. ഈ ശഠനോട് ശാഠ്യം എന്നൊരു ചൊല്ലുണ്ട്. ഗുണ്ടകള് ആണവര്, അവർ വിദ്യാർത്ഥികളോ മനുഷ്യരോ പോലുമല്ല. അതുകൊണ്ട് ഈ ജ്ഞാനവും ശീലവും വെച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ നിലയിൽ അവര് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇപ്പൊ തന്നെ കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതില് ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും, എല്ലാ കാര്യത്തിലും പോലീസ് ഇവരോടൊപ്പമാണ്, ഗുണ്ടകൾ ഇവരോടൊപ്പമാണ്, തമ്പടിച്ചിരിക്കുന്ന SFIക്കാരോട് ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോ ആര് ആർക്ക് ഇവിടെ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നുള്ളൊരു വിഷയമല്ല. കാരണം ഇവരെല്ലാം ഒരു കൂട്ടുമുന്നണിയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, നിരന്തരമായി നടക്കുന്നതിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷമല്ല, നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഈ തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണമെങ്കിൽ പൊതുസമൂഹം ഇതിനെതിരായി ഉണരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഇപ്പൊ നേരത്തെ നമ്മുടെ ഹസ്കർ പറഞ്ഞത്, ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറി അർലേക്കർ, RSSന്റെ ചിഹ്നങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഇവിടുന്ന് പോയത്. ഈ ഭരണഘടന അനുവദിച്ചിട്ടുള്ളതായ മൗലികമായ അവകാശങ്ങളുണ്ട്. ആ മൗലികമായ അവകാശം തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടിയിട്ട് സംഘടിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ്. അതിനെയാണ് ഇവർ ലംഘിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാരതമാതാവിന്റെ കഥയിലും ഇതുപോലെ തന്നെയാണ്. 2024 മദ്രാസ് ഹൈക്കോർട്ടിലുള്ള വിധിയെ സംബന്ധിച്ച് ഇന്നിപ്പോ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അനുഭവിക്കേണ്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെയാണ് ഇവര് നിഷ്കരുണം ഇല്ലായ്മ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരെ കൂട്ടി പ്രതിരോധിക്കും എന്നുള്ളതാണ്. മനുഷ്യൻ എന്റെ തിന്ന സ്ഥാനത്തേക്ക് ഗുണ്ട എന്ന് മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ഈ നിലയിലാണ് അവർ അധികാരം പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ ഇന്ന് ഇവരുടെ ഈ SFI നേതാക്കന്മാരുടെ, പഴയകാല SFI നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സർവകലാശാലകളെല്ലാം തീരെഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ആശയത്തിന്റെ വക്താവിനെ ഇല്ലാതാക്കിയാൽ അതിന്റെ പാരിതോഷികം വളരെ കൃത്യമാണ്. ഇതാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു രക്ഷയില്ല. മറിച്ച് പാർട്ടിയുടെ ഓരം ചേർന്ന് അക്രമം നടത്തിയാൽ അവന് വാഴക്കൊല PhD ആണെങ്കിൽ അത് കിട്ടും, ജോലി കിട്ടും, PSC വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് റാങ്ക് ആവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനും അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം ഇവിടുത്തെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതുസമൂഹം നിസ്സഹായരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിസ്സഹായ അവസ്ഥ നേരത്തെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ അത് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കാൻ എല്ലാവർക്കും സാധ്യമല്ല. അതിനെ പ്രതിരോധം തീർക്കേണ്ടി വരും. ഇതിനേക്കാൾ വലിയ ഭീകര പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 24 മണിക്കൂറിനുള്ളിൽ പകരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികൾ അവർക്കെതിരായിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കാൻ അധിക സമയം വേണ്ട എന്ന കാര്യവും നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത് സുരക്ഷാ ചുമതല ആർക്കാണെന്നാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ പ്രതിരോധിക്കും എന്നാണ്. നിങ്ങൾ അടിച്ചത് ABVP-ക്കാരെ ആയിരിക്കാം, പക്ഷെ അപമാനിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയനെയും കേരളത്തിലെ പോലീസിനെയുമാണ്. സാർ, കൃഷ്ണജിതിലെ
കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ ഭംഗം വരുത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ABVP ആണ്. ABVP ശരിയാണ്. നടത്തിയിട്ടുള്ള പൂക്കോട്ടെ വിദ്യാർത്ഥിയെ കൊന്നുവെന്ന് പരക്കെ ആരോപിക്കപ്പെട്ടത് ABVP-കാരെയാണല്ലോ. റീത്ത് വെച്ചത്, പ്രിൻസിപ്പലിന് റീത്ത് വെച്ചത് ABVP-കാരാണ്. കുഴിമാടം ഉണ്ടാക്കിയത് ABVP-കാരാണ്. കേരളത്തിൽ എത്രയെത്ര റാഗിങ്ങുകളാണ് ABVP-യുടെ പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ABVP നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ എത്ര എണ്ണം എണ്ണി പറയാൻ കഴിയും. നമുക്ക് അതിന്റെ ഒരു വിഷയത്തിലേക്കല്ല. കേരളത്തിലെ ക്യാമ്പസുകൾ സമാധാനപൂർവ്വമായിരുന്ന ഒരു ഘട്ടത്തിൽ ആ ക്യാമ്പസുകളെ കൊലക്കളമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇറക്കിവിട്ട് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര കലാപമുണ്ടാക്കി ഈ സംസ്ഥാനം അരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തിലാണ് ഗവർണർ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം. ഗവർണർ സർക്കാർ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് RSS ശാഖയിൽ പ്രചരിപ്പിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇത്തരം മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ്, CPM നയിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ചുവന്ന കൊടി ഉയർത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ എങ്ങനെ കാണും? അതിനെ എങ്ങനെ പ്രതികരിക്കും? ആ പ്രതികരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് ശിവൻകുട്ടിയെ കൈകാര്യം ചെയ്ത് കളയാമെന്ന് ആരും ആഗ്രഹിക്കണ്ട. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന വഴി മറന്നുപോകരുത്. അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും നോക്കിയിരിക്കണം. അവർ ഗുണ്ടകളാണ്, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഭാരതാംബയെ അവഹേളിക്കുകയും മറുവശത്ത് AK സെന്ററിന്റെ ഉദ്ഘാടനം എപ്പോൾ വേണമെന്ന് സമയം നോക്കാൻ ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുകയും ചെയ്യും. അതാണല്ലോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഗോവിന്ദ മാസ്റ്ററുടെ. AKG സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നതിന് അങ്ങനെ ഏതെങ്കിലും ജ്യോതിഷിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തെ മുറുകെ പിടിക്കുക, ആരുടെ വിശ്വാസത്തെയും ഹനിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏകപക്ഷീയമായി ഒരു പക്ഷത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കണം, ഭൂരിപക്ഷ മതത്തിന്റെ ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് കേരളത്തിൽ കൂടി ഇത്തരം കലാപങ്ങൾ ഉയരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നിടത്ത് തെറ്റ്. ഡൽഹി SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വനിതയും കൂടിയായിട്ടുള്ള ഐഷ ഘോഷിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ നമുക്കിവിടെ മുന്നിൽ വസ്തുതകളുണ്ട്. അപ്പോ അങ്ങനെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുന്നവരെ തളച്ചിടുകയും ചെയ്താണ്. ഇതൊരു പ്രതിഷേധമല്ല. ഇപ്പൊ ഭാരതാംബയുടെ ചിത്രം പൂജ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ആ മനുഷ്യന് അദ്ദേഹത്തിന് നിരവധി രോഗങ്ങളുടെ കൂടി അകമ്പടിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ വഴിയിൽ തടയുകയും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിരോധിക്കാൻ അണിനിരക്കും എന്നുള്ളതേ ഉള്ളൂ. അത് സംസ്ഥാന പോലീസിന് അപ്പുറമാണ്. അതുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ. മാത്രമല്ല, ഇനി PM ശ്രീയെ സംബന്ധിച്ച് നേരത്തെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. PM ശ്രീ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് PM ശ്രീ നിർബന്ധിതമായി കേരളത്തിൽ നടപ്പിലാക്കണം. അത് സാമ്പത്തിക വശം കൂടിയുണ്ടതിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള പദ്ധതിയാണത്. ആ പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തർക്കം. അതുമാത്രമല്ല, ത്രിഭാഷ അടിച്ചേൽപ്പിക്കുകയാണ്.
അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു മറുപടി എണ്ണി ഭാസ്കർജി നമസ്കാരം. ഒരു കാര്യം കൃഷ്ണരാജ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബഹുമാനായിട്ടുള്ള ഹസ്കർ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. കാരണം അങ്ങനെ ഈ കാണിച്ച പ്രവൃത്തി ഒന്നും അംഗീകരിക്കുന്ന ഒരു നേതാവുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാലം ഇതുവരെ. വളരെ പൊളൈറ്റായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ ഈ ABVPയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനെ SFI എന്ന് പറയും. അവൻ SFI ഒന്നല്ല, ആ തല്ലിയവന്റെ പ്രായം നോക്കിയോ, ഒരു കാച്ചയായിട്ടുള്ള ഒരു മുത്തൻ. അവൻ വന്നിട്ട് ചവിട്ട്. അവൻ ഏത് സ്കൂളിലാണ് പഠിക്കണേ അസ്കർജി? ഏത് ക്യാമ്പസിൽ അവന് സർട്ടിഫിക്കറ്റ് ഉള്ള ഒന്ന് പറഞ്ഞേ. ഏത് സ്കൂളിൽ അവൻ്റെ ആൾക്കാർ, അവൻ്റെ മക്കളുടെ സ്കൂളിൽ ചേർത്താൻ പോയിട്ടുണ്ടാവും അവൻ എന്തെങ്കിലും. അല്ലാതെ ആ വ്യക്തി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തടഞ്ഞു അല്ലെങ്കിൽ തകർത്തു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണോ? പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ABVP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന, മറ്റേ വിദ്യാർത്ഥി സംഘടന കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള വലിയ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയെന്ന്. ഹസ്കർജി, അങ്ങക്ക് എങ്ങനെയാണത് പറയാൻ പറ്റുക? അങ്ങ് സപ്പോർട്ട് ചെയ്യുകയും അങ്ങ് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്ത SFI എന്ന് പറയപ്പെടുന്ന ഈ കേരളം കണ്ട ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന, ആ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു 10 കൊല്ലമായിട്ടുള്ള അതിൻ്റെ ചരിത്രമൊന്നും അങ്ങ് നിങ്ങൾ എടുക്കണം. ആ ആർഷോ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം എടുത്ത പരിപാടി. CPIയുടെ AISF എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ ഒരു വിദ്യാർത്ഥി നേതാവിനോട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ വീട്ടിലുള്ളതോ എൻ്റെ വീട്ടിലുള്ളതോ നമ്മുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിയോട് പറയാവുന്നൊരു വാക്കാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി അന്ന് AISFലെ വിദ്യാർത്ഥിനിയോട് പറഞ്ഞത്? അവിടെ ABP കാര്യമൊന്നുമല്ല. എന്താ പറഞ്ഞത്? ആ ഭാഷ ഞാനിവിടെ എടുത്ത് പറയണോ? ഞാൻ ചോദിച്ചോട്ടെ, എന്തടിസ്ഥാനത്തിലായിരുന്നു അതിനുശേഷം BCom കഴിയാത്ത ആൾ MCom ജയിച്ച ചരിത്രം കൂടി ഉണ്ടായത്? ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് വിദ്യാർത്ഥി സംഘടന അടിസ്ഥാനത്തിലാണ് സാർ? ഏത് വിദ്യാർത്ഥി സംഘടനയാണ് സാർ പ്രിൻസിപ്പാളുടെ കസാര കത്തിച്ച് കളഞ്ഞത്? ഏത് വിദ്യാർത്ഥി സംഘടനയാണ് സാർ ഇരിക്കപ്പെട്ടാൻ വെച്ചു കൊടുത്തത് പ്രധാന അധ്യാപികയ്ക്ക്? ഒരു പ്രധാന അധ്യാപിക മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ സാർ, ഇവരുടെ പേക്കൂത്തുകൾ ഈ ക്യാമ്പസിനകത്ത് നടക്കുന്നത് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിലാണെന്ന്? അതാരാണ് എന്നും കൃത്യമായി പറഞ്ഞില്ലേ സാർ? പിന്നെ എല്ലാ ക്യാമ്പസുകളിലും ജോലി എടുക്കുന്നതിന് വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ വ്യക്തി ഏത് വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്നു? ആ മേഡം. ആ കുടുംബാവയെ താലോലിച്ച് കൊണ്ടു നടന്നത് SFIയുടെ ഏത് നേതാവായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരണോ? പിന്നെ അക്കമിട്ട് എണ്ണി ഓരോ ക്യാമ്പസുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിദ്യാർത്ഥി സംഘടന എന്ന് പറയപ്പെടുന്ന ആ ഗുണ്ടാ സംഘടന, ആ സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അധ്യാപികക്കോ അധ്യാപകർക്കോ മനസമാധാനത്തോടുകൂടി ഈ ഇടതുപക്ഷത്തിൻ്റെ വാലാട്ടികളല്ലാത്ത ഏതെങ്കിലും ഒരു അധ്യാപകർക്കോ അധ്യാപികയ്ക്കോ മനസമാധാനത്തോടുകൂടി ക്യാമ്പസിൽ വന്ന് പഠിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കുക? വിദ്യാർത്ഥികളോട് റാഗ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നാം നമ്പറല്ലേ സാർ? നിങ്ങൾ അവരെ കൊല്ലുന്ന വിഷയത്തിൽ അവരുടെ ആരോപണം നേരിടുന്ന വ്യക്തികൾ നിങ്ങളുടെ പാർട്ടി ഈ SFI എന്നൊരു സംഘടനയില്ലേ സാർ? പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഇതിലൂടെ വളർന്നു എന്നാണ്. ശരിയാണെന്നേ, ആ മുൻപേ നടന്ന കുരുത്തം കെട്ടവർമാർ കാരണമാണെന്ന് ഈ പിൻപേ നടന്ന പിള്ളേരും കുരുത്തം കെട്ടു പോകുന്നത് ഹസ്കർജി ശരിയാണ്. ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പഴയകാല SFI ഗുണ്ട, ആ SFI തെമ്മാടിത്തരങ്ങൾക്ക് പരിപൂർണമായി കൂട്ടുനിന്ന തിരുവനന്തപുരത്തെ ആ വ്യക്തി ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സാർ. വിദ്യാഭ്യാസ മന്ത്രി. ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തി കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്ക് അറിയാലോ അല്ലേ? ഇവിടെ നിങ്ങളുടെ വീഡിയോയിലൊക്കെ പഴയകാല ലൈബ്രറിയിൽ പോയി ഉണ്ടാവൂലേ? അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ടാവില്ലേ? അദ്ദേഹം കാണിച്ചു കൂട്ടിയത് കറക്റ്റായിരുന്നുവല്ലോ അല്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളോട് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള പരിപാടികളും അവർ തൃപ്തരാണോ എന്നും ഒരു സോഷ്യൽ ഓഡിറ്റ് ഒന്നും നടത്തും സാർ? ഏതെങ്കിലും ഒന്നും വേണ്ട. ഒരു 4 അക്ഷരം കൂട്ടി വായിക്കാനുള്ള പ്രാപ്തി ആ വ്യക്തിക്കുണ്ടോ? ഒരു 4 0 കൂടിക്കഴിഞ്ഞാൽ അന്തം വിട്ട പൊടനെ പോലെ ഇരിക്കുക എന്നല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളായി നമ്മളൊക്കെ തലകുലിച്ചു വരികയാണെന്ന് ഇയാളുടെ നേതൃത്വത്തിലല്ലേ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അസ്കർജി നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, ഇങ്ങൾക്കും വിഷമമില്ലേ? നിങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയപ്പെടുന്നത് 4 അക്ഷരം കൂട്ടി പറഞ്ഞ 47 × 56 × 16 എന്ന് പറഞ്ഞാൽ 5 ദിവസം പനിച്ചു കിടക്കുവാനെ. കാരണം അതിന് പറയാനറിയില്ലെന്ന്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ രംഗത്തെ ആഭാസ രംഗമാക്കി മാറ്റിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്നാണോ? പിന്നെ ഈ കുട്ടികൾ ചെയ്ത തെറ്റെന്താ ഒന്ന് പറഞ്ഞു ഹസ്കർജി? ഇന്നലെ ABVPയുടെ വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് ചവിട്ടാൻ, അതിന്റെ മുഖത്തടിക്കാൻ, അതിന്റെ കഴുത്ത് പിടിച്ച് തള്ളാൻ ആ പയ്യൻ എന്ത് കിട്ടി പറ? നിയമവാഴ്ചക്കെതിരെ ഒരു പ്രവൃത്തി ആ വിദ്യാർത്ഥി ചെയ്തോ? നിയമത്തിന് നിരക്കാത്തൊരു പ്രവൃത്തിയാ ചെയ്തോ?
ആ പ്രവൃത്തി ആ വിദ്യാർത്ഥി നമ്മുടെ സമൂഹത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി ചെയ്തോ? പിന്നെ എന്തിനായിരുന്നു സാർ ഈ ഗുണ്ടാ വിളയാട്ടം? എന്തിനായിരുന്നു സാർ ഈ കൊട്ടേഷൻ സംഘങ്ങൾ വന്നത്? എന്തിനായിരുന്നു സാർ ആ വിദ്യാർത്ഥിയോട് ക്രൂരത കാണിച്ചത്? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗുണ്ടകളെ പേടിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഗതികേട് ഉണ്ടാകണ്ടേ? ക്യാമ്പസിൽ നിന്ന് മാറിപ്പോകേണ്ട ഗതികേട് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താ ഇതിനെ ന്യായീകരിക്കുന്നത്? എന്താണ് നിങ്ങളെപ്പോലെയുള്ള ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ഇതേപോലെയുള്ള ഈ തെമ്മാടി വിളയാട്ടത്തെ SFIയുടെ പോരാട്ടമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത്? ഇത് പോരാട്ടമാണ് സാർ. ഇത് പോരാട്ടമായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകൾ സകലവിധ തെമ്മാടിത്തരങ്ങളും പേക്കൂത്തുകളും തെണ്ടിത്തരങ്ങളും ചെയ്ത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന ആരാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയില്ലേ നമ്മളെല്ലാവരും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥികളാണെന്ന്? എന്നിട്ട് അവർക്ക് സകലവിധ കുട പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നിങ്ങളുടെ MLAമാർ, നിങ്ങളുടെ MP മാർ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിമാർ, നിങ്ങളുടെ ഭരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പോലീസുകാരെ കൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അവരൊക്കെ കേസിൽ പെടുത്താതെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ സമയം അവസാനിക്കാറായി. ബി. വിഷ്ണു, ഇനി എന്താണ് നിങ്ങളുടെ പ്രതിഷേധ പരിപാടി? പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനം, ശീലം, ഏകത, അതാണ് നമ്മുടെ മുഖമുദ്ര. അപ്പോൾ ജ്ഞാനവും ശീലവും മാത്രം പോരാ, വേറെ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, SFI അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വം തിരുവനന്തപുരത്ത് വച്ചിട്ടുള്ള ഈ കെണിയിൽ വീഴാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് നിരവധി പ്രവർത്തന പദ്ധതികളുണ്ട്, നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉന്നമനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഈ ഇടത് നിരീക്ഷകൻ പറഞ്ഞതുപോലെ അവരുടെ ഘടകകക്ഷിക്കത്തുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് പോലും നടക്കാത്തത്. അപ്പോൾ ഈ പറഞ്ഞ അസംബന്ധങ്ങളാണ് പറയുന്നത്, ഫോട്ടോ വെച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പോലും ഒരു ക്ലാരിറ്റിയോടെ മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല, 70 കഴിഞ്ഞ മാമനെ റോഡിൽ തടഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചാനലിൽ വന്നിട്ട് പബ്ലിസിറ്റി, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കൂ, ഒരു ടൈം ലൈൻ ഈ പോയൊരു വർഷത്തെ എടുത്ത് നോക്കൂ. ഞങ്ങൾ പ്രവർത്തനങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആളെ റോഡിലിറക്കി അരങ്ങ് ഒഴിപ്പിച്ച് വിഷ്വലിൽ വരിക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട. അത്തരത്തിലുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതുപോലെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് SFIക്ക് വേണ്ടത്. അത്തരത്തിലല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ABVPയുടെ ക്ഷമയെ, സഹനത്തിനെ ഒരു ബലഹീനതയായിട്ട് കണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. അത് ജനങ്ങൾ ജനകീയമായിട്ട് പ്രതിരോധിക്കട്ടെ. ഇപ്പോൾ ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ചരിത്രമൊന്നും നമുക്കില്ല. അറിയാമല്ലോ, ഇത് എന്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് ഞാൻ ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണോ SFIയും CPMും തിരുവനന്തപുരത്ത് അവരുടെ ഇത്രയും നാൾ ഇല്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞു പോലെ ഒരു ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഇല്ലാതായിപ്പോയ ഒരു കുറേ കാര്യങ്ങളെ മറച്ചു പിടിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നമ്മളില്ല.
പ്രതിഷേധം അവകാശമാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ട് സഖാക്കളെ. അതിൻ്റെ പേരു പറഞ്ഞ് അക്രമം അഴിച്ചുവിട്ടിട്ടില്ലേ നിങ്ങൾ? നിരത്തുകൾ തോറും അഴിഞ്ഞാടിയിട്ടില്ലേ നിങ്ങൾ? സമരാവേശത്തിൻ്റെ പേരിൽ നിങ്ങൾ വളഞ്ഞ സെക്രട്ടേറിയറ്റുകൾ ഇനിയും നിവർന്നിട്ടില്ല ഇതുവരെ. എന്നിട്ടിപ്പോൾ ഒരു മന്ത്രിയെ കരിങ്കൊടി കാട്ടിയതിന് ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് തല്ലുന്നു, അയാളുടെ അടിവയറ്റിൽ ചവിട്ടുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് ഇതൊക്കെ ചെയ്താൽ നിയമപാലനമെന്ന് പറഞ്ഞെങ്കിലും തലയൂരാം. നിയമം ലംഘിക്കാൻ നിങ്ങൾക്കാരാണ് കാക്കിയൂരി തന്നത്? ഈ രക്ഷാപ്രവർത്തനത്തിനും ഒത്താശ ആഭ്യന്തരമന്ത്രിയോ? സ്വാഗതം സൺഡേ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ABVP ജില്ലാ പ്രസിഡന്റ് B വിഷ്ണു എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം B വിഷ്ണുവിലേക്ക്. വിഷ്ണു, ഞങ്ങൾ കണ്ടു ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന്. എങ്കിലും അതിനൊപ്പമുണ്ടായിരുന്ന ആൾ എന്ന നിലയ്ക്ക് എന്താണ് ഉണ്ടായത് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ. അതിൽ ഇന്നലെ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് നടന്ന എന്താണ് നമ്മൾ കണ്ടു. അതിനുശേഷം വൈകുന്നേരം യാഥാർത്ഥ്യത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയതാണ് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം. ഭക്ഷണം കഴിക്കാനെത്തിയ അദ്ദേഹത്തെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഇവിടെ CPM നേതൃത്വം തിരുവനന്തപുരത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടയായ കൊടും ക്രിമിനലായ നന്ദൻ എന്ന ഒരു കുറ്റവാളിയുടെ നേതൃത്വത്തിൽ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വളരെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണ്? പോലീസ് SFIക്കാരുടെ പണി ചെയ്യുകയും SFIക്കാർ പോലീസിൻ്റെ പണിയുകയും ചെയ്തു. അപ്പോൾ ഈ കടയിലേക്ക്, അവരുടെ ഭക്ഷണശാലയിലേക്ക് കയറി വന്ന പോലീസുകാരനാണ് ചോദിക്കുന്നത്, നീ ABVPക്കാരനല്ലേന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തിട്ട് ഈ ഗുണ്ടകൾ ആ കടയിൽ നിന്ന് വലിച്ചിറക്കി ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂരമായിട്ടാണ് നിലത്തിട്ട് ചവിട്ടി അടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABVP ഒരു സമര സംഘടനയല്ല, സമരം ചെയ്യുന്നതല്ല നമ്മളുടെ ശീലം. നമ്മൾ കാര്യങ്ങൾക്ക് പ്രതികരിക്കും. നമ്മളിവിടെ എല്ലാ ദിവസവും അല്ലെ എല്ലാ മാസവും തെരുവിലിറങ്ങിയിട്ട് ഈ പറഞ്ഞതുപോലെ കൊടിയെടുത്ത് വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കാതെ തെറ്റായ ഒരു മാർഗ്ഗത്തിൽ SFI പോലെ ചെയ്യുന്ന ആൾക്കാരല്ല. SFIയുടെ ഗ്യാരണ്ടി എന്താണ്? ക്ലാസ്സിൽ പോയില്ലെങ്കിലും കോളേജിൽ പോയില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ തിരുത്തി പോലീസിലടക്കമുള്ള മേഖലകളിൽ തിരികെ കയറ്റി അവരുടെ ജീവിതം സുരക്ഷിതത്വമാക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനല്ല, നമ്മളത് കണ്ടതാണ്. അതിനുശേഷം ഇദ്ദേഹത്തെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷം പല ചാനലുകളുടെ വിഷ്വലുകൾ ശ്രദ്ധിച്ചാലും കാണാൻ പറ്റും. അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 2 പേർ അവിടെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ഇയാൾ ആ സ്ഥലത്ത് നിൽക്കുന്നത്. ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ പോലും പരിശ്രമിക്കാത്ത ആൾ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നിട്ട് നമ്മളെല്ലാം പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ICUലേക്ക് തള്ളിക്കയറി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ ഗുണ്ടകളെല്ലാം അവരുടെ വീടുകളിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവരുടെ പിറകെ പോയിട്ട് അതിന് ഈ തല്ലിയതിനു ശേഷം വളഞ്ഞിട്ടടിക്കുന്നു, ചവിട്ടുന്നു, ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. എന്നിട്ട് ഈ ഗുണ്ടകൾ ചിരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. എന്നിട്ടും പോലീസ് അവരെ പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പോലീസിന്റെ ഒത്താശയുണ്ട്, പോലീസിന് ആഭ്യന്തരമന്ത്രിയുടെയും. പോലീസിൻ്റെ ഒത്താശയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടരെ നമ്മളതിനകത്ത് നൊട്ടോറിയസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട 3 പേരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡൻ്റായിരുന്ന നന്ദൻ, ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം, അതേപോലെ തന്നെ രേവന്ത്, പിന്നൊരു സഞ്ജയ്. ഈ 3 പേര് കഴിഞ്ഞ 2 വർഷം മുന്നേ ചെമ്പഴന്തി SM കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ സന്ദർശിക്കാൻ പോയ ABVPയുടെ സംസ്ഥാന സമിതി അംഗമായ കല്യാണി ചന്ദ്രനെയും മറ്റൊരു സംസ്ഥാന സമിതി അംഗമായ ഹരിയെയും വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഒരു പെൺകുട്ടിയെ അടക്കം നിഷ്ഠൂരമായിട്ട് അടിച്ച കേസിലെ പ്രതികളാണ് ഇവർ. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുത്തിട്ടുള്ളത്? അപ്പോൾ അതൊരു ലൈസൻസ് ആയിട്ട് കണ്ടിട്ട് പിന്നെയും ഈ 2 വർഷത്തിൽ ഈ പരിപാടിയുടെ തുടർച്ച തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കലാലയത്തിലേക്ക് ABVPക്ക് സ്വതന്ത്രമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. അല്ല വിഷ്ണു, ഇന്നലെ അക്രമം നടക്കുന്നതിന് 10 മണിക്കൂർ മുൻപ് M ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട പോസ്റ്റാണ് വിളച്ചിലെടുക്കരുത് എന്ന്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കേൾക്കണം. മനസ്സിലായോ? നല്ല ഇടിയിടിക്കുമെന്നാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടികളാണ്, ബഹുമാനിക്കാൻ പഠിക്കടോ എന്ന് പരിഹാസം
കമന്റും വരുന്നു. അതായത് അടിക്കാൻ ആസൂത്രണം ചെയ്തിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. ഇന്നലെ അവിടെ മന്ത്രി വരുമെന്ന് പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകണം. അങ്ങനെ ഒരു വിഷയം, ഒരു വിവാദം, ഒരു അവഹേളനത്തിൻ്റെ പ്രശ്നം സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇവിടെ ABVP-ക്കാർ പ്രതിഷേധിക്കും, അടിച്ചൊതുക്കുക. അങ്ങനെ ഒരു ആസൂത്രണം അതിന് പിന്നിലുണ്ടായിരുന്നില്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കരിമഠം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഈശ്വരപ്രസാദിൻ്റെ നേതൃത്വത്തിൽ 250-ലധികം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിക്കാനുള്ള ആ ഒരു പരിപാടിയിൽ, ആ ഒരു ചടങ്ങിലേക്ക് സംബന്ധിക്കാനാണ് ഇദ്ദേഹം വന്നത്. അതിനുശേഷം നമ്മൾ പ്രതിഷേധിച്ചു, ABVP പ്രതിഷേധിച്ചു, കേരളത്തിലുടനീളം പ്രതിഷേധിച്ചു കഴിഞ്ഞു, ആ വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു, നമ്മൾ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അതിനൊക്കെ ശേഷം നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ്. ശരി, പ്രതിഷേധിക്കാൻ എത്തിയതാണെങ്കിൽ തന്നെ ഇത്തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? പോലീസിൻ്റെ പണി എന്താണ്? പോലീസ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കലാപാഹ്വാനം നടത്തുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ഒരു ഉളുപ്പുമില്ലാതെ. എന്തും കൊന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ICUവിൽ അദ്ദേഹം ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഗുരുതരമായ പരിക്കുണ്ട്, വാരിയലിനടക്കം ക്ഷതമുണ്ട്, വയറ്റിൽ അതിക്രൂരമായിട്ടാണ് അടിവയറ്റിൽ ചവിട്ടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലായിരിക്കാം. പക്ഷേ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ വേറൊരു രീതിയിൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടി മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ. അതിനകത്തൊരു യാതൊരു സംശയവുമില്ല. വിഷ്ണു, ഈ KV ഈശ്വരപ്രസാദിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? അതൊരു ചോദിക്കാതെ പറ്റില്ല കാര്യം. വളരെ ക്രൂരമായി ഈശ്വരപ്രസാദിനേക്കാൾ എത്രയോ ഇരട്ടി ഭാരവും വലിപ്പവും ഉള്ള ഒരാളുടെ ചവിട്ടാണ് ഏറ്റത്. നിലത്ത് വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, തുടരെ അടിക്കുന്നത് കാണുന്നുണ്ട്. 1-2 പേർ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്താണിപ്പോൾ ഈശ്വരപ്രസാദിൻ്റെ ആരോഗ്യനില? അതിലിപ്പോൾ ഒരാളല്ല ചവിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പല ആൾക്കാർ അദ്ദേഹത്തെ പ്രത്യേകിച്ച് നെഞ്ചിൻ്റെ ഭാഗത്തും വയറിലുമായിട്ട് വളരെ ഗുരുതരമായിട്ട് രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ആശുപത്രിയിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ICUവിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. ആ നിലയിൽ യാതൊരു വേരിയേഷനും ഇല്ല. അവിടെ ആശങ്ക ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അവിടെ. വിഷ്ണു, ഞാൻ വരാം. ഇപ്പോൾ ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹസ്കർ, തലസ്ഥാനത്ത് പലയിടങ്ങളിലായി സംസ്ഥാനത്ത് അക്രമം നടന്നു. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി ABVP-യുടെ സംസ്ഥാന സെക്രട്ടറിയെ വളഞ്ഞിട്ട് നൽകുകയാണ്. അത് വലിയ വീരപരിവേഷം നൽകേണ്ട കാര്യമൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരനെ കുറേ പേർ ചേർന്ന് ആക്രമിക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ മുഖമാണോ? കൃഷ്ണയില് അടിസ്ഥാനപരമായി കാണേണ്ടത് വിദ്യാർത്ഥികളെ പരസ്പരം തെരുവിൽ തല്ലിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത് തള്ളിവിട്ടത് കേരള ഗവർണർ അർലേക്കറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അദ്ദേഹം ഈ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹം തുടർന്നാൽ കേരളം ഇങ്ങനെ കലാപഭൂമിയായി കാണണം എന്ന് ആഗ്രഹിക്കുകയും അതുവഴി ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടം സംഘപരിവാറിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങ് പറഞ്ഞത് മുഖവിലേക്കെടുത്താൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? അങ്ങനെയല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് സഖാവ് പ്രസാദ് പങ്കെടുത്ത ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇങ്ങനെ ഭഗധ്വജം പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ചിത്രം വെച്ചിട്ട് അതിൽ പൂജ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പരിപാടി എന്ന നിലയിൽ അത് പറ്റില്ല എന്ന അർത്ഥത്തിൽ സഖാവ് പ്രസാദ് പറയുന്നു. എന്നാൽ ശിവൻകുട്ടിയുടെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യപരിപാടിയിൽ വെക്കാതെ വീണ്ടും അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇത്തരം ഒരു പൂജ നടത്തണമെന്ന് നിർബന്ധിക്കുക എന്ന് പറയുന്നത് ശിവൻകുട്ടി വന്ന ശേഷം അവിടെ എടുത്തു വച്ചതല്ല ഭാരതാംബയുടെ ചിത്രം. എതിർപ്പുണ്ടെങ്കിൽ പോകരുതായിരുന്നു. P. പ്രസാദ് ചെയ്തല്ലോ. P. പ്രസാദ് പോയില്ല, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കയറി ചെന്നിട്ട് അത് ബഹിഷ്കരിച്ച് പ്രോട്ടോകോൾ ലംഘനം നടത്തി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞിറങ്ങിപ്പോകുന്നതാണോ ആണത്തം? കൃഷ്ണരാജ് അതിൽ വളരെ കൃത്യമായിട്ട് അതിൽ ഇൻവിറ്റേഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. പ്രോട്ടോകോൾ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ ഇത്തരത്തിൽ ഈ മദർ ഇന്ത്യയെ പൂജിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു കാര്യപരിപാടി ഉള്ളതായി കാണുന്നത്. ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധാണ്.
മാത്രമല്ല എവിടെ നിന്ന് വന്നതാണ് ഈ മദർ ഇന്ത്യ എന്ന കോൺസെപ്റ്റ്? അത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നത് രവീന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു ചിത്രം. ആ ചിത്രമല്ലല്ലോ ഇപ്പൊ തന്നെ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വന്ദേ ഭാരതത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞിട്ടുള്ള ചിത്രമല്ല ഇപ്പോ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട RSS നിശ്ചയിക്കുകയും അതിന് ഉപോത്ബലകമായി ഗവർണർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പരസ്പരം തല്ലിക്കുന്നതിനുള്ള വേദിയാക്കിയിരിക്കുന്നത്. ഇത് ഒരു തല്ലിതൊരു പരിഹാരമല്ല, ഇതിൽ രാഷ്ട്രീയമായി അല്ല, അതിന് പരിഹാരമാണോ ഈ ABVPയുടെ ചെറുപ്പക്കാരെ വഴിയിലിട്ട് അടിക്കുന്നത്? ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങ് ഇപ്പോഴും അതിന് കൃത്യമായ ഉത്തരം തന്നിട്ടില്ല. അതല്ല, ഒരിക്കലല്ല. സംരക്ഷണ ചുമതല ആർക്കാണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ആർക്കാണ്? പോലീസിനാണോ ഗുണ്ടകൾക്കാണോ? അതല്ല, അങ്ങ് അതിന് ഉത്തരം തരൂ പ്ലീസ്. അതിന് ഉത്തരം തരൂ. അല്ല, ഒന്ന് ഏതൊരു വ്യക്തിയുടെയും സുരക്ഷാ ചുമതല ഞാൻ അതിനെ മുഖ്യമന്ത്രിയെന്നോ വിദ്യാഭ്യാസ മന്ത്രിയെന്നോ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്റെയും അങ്ങയുടെയും അടക്കം സുരക്ഷാ ചുമതല കേരള പോലീസിന് തന്നെയാണ്, ഒരു സംശയമില്ല. മറിച്ച് സ്വയം പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം വരുന്ന തരത്തിൽ അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം അപ്പാടെ പാളിയെന്ന് സമ്മതിക്കുന്നു. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയല്ലോ, എത്രയോ നാളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് റോളെന്ന് ഞാൻ പറയാത്ത ഉത്തരം എന്റെ വായിൽ അല്ല. അങ്ങിപ്പോ പറഞ്ഞ എന്താണ്? സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ചെയ്യുമെന്നാണ്. ഇവിടെ സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം എന്താണ്? അതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. SFIയെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശയപരമായ നേതൃനിരയിൽ നിൽക്കുന്ന CPM നേതാക്കന്മാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത് എന്താപത്താണ്? ഒരു മന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്ര വിധം മോശമാണോ കേരളത്തിലെ സാഹചര്യം? അതാണങ്ങ് സമ്മതിക്കുന്നത്. അങ്ങനെയെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാലോ. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഗവർണറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അങ്ങിപ്പോഴും ഗവർണറെ കുറ്റം പറയുന്നു. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പക്ഷം അതായിരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അവരുടെ ആവശ്യം അത് മാത്രമല്ല, അതും കൂടി അങ്ങ് കേൾക്കണം. അതുകൂടി അങ്ങ് കേൾക്കണം. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്നു എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രമല്ല, ഭാരതംബയെ മാത്രം പറയല്ലേ, ഇനിയുമുണ്ട്. ബി വിഷ്ണു, അത് പറയൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയുമില്ലേ? അതെ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഭാരതാംബയുടെ ചിത്രത്തിനെ ചൊല്ലിയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പോകേണ്ട കാര്യമില്ല. പ്രധാനമായിട്ടും PM ശ്രീ പദ്ധതിയെ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കണമെന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു, നിവേദനം നൽകിയിരുന്നു. ശേഷം അതേ ഘടകകക്ഷികളുടെ എതിർപ്പ് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ വന്നിട്ടുള്ളത്. അതിനകത്തെല്ലാം വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് തന്നെ കാര്യങ്ങളിൽ വലിയ വ്യക്തത ഇല്ലാന്ന് തോന്നുന്നു. വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പോകുന്നത് അതുകൊണ്ടാണെന്നാണ്. അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കുന്നു, SFI ചെയ്തതിനെ ന്യായീകരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്ത് പണിയാണ് എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് AKG സെൻറ്ററിൽ നിന്നായിരിക്കാം, കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇവിടെ എത്രയോ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ABVP അത് തടയാനോ ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, നമുക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ SFIക്കാർക്ക് എന്താണ് പ്രത്യേകത? അവർ പറഞ്ഞ ഇദ്ദേഹം തന്നെ പറയുന്നതിൻ്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. നമ്മളെ സംബന്ധിച്ച് അക്രമമല്ല, ഞങ്ങൾക്ക് തെരുവിൽ തല്ലാൻ സമയവും ഇല്ല, ഞങ്ങളുടെ പണിയും അല്ലത്. അത് SFIക്കാർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പണിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സംഘടനകളും മറ്റു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മൂല്യച്യുതി സംഭവിച്ച, ആശയത്തിന് അടിത്തറയില്ലാത്ത, സംഘടന കാലഹരണപ്പെട്ട പ്രത്യശാസ്ത്രത്തിൽ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ ലൈവ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാണാനൊന്നുമില്ല. കാരണം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം എന്താണ്? ഞങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇതേ നന്ദൻ അവിടെ എത്തി ഗുണ്ടകളുമായിട്ട്. നിങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞങ്ങൾക്ക് നേരെ കൊലവിളി നടത്തിയപ്പോൾ അവിടെ പോലീസുകാർ എന്താണ് പറഞ്ഞത്? അവരുടെ നെയിം ബോർഡ് അടക്കം വലിച്ചു പറിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. അവരെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്നത് കൊണ്ട് പോലീസുകാർ എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും പോലീസിനൊരു പ്രശ്നമല്ല. അവരൊരു ധാരണയുണ്ട്, നല്ല അന്തർധാരയുണ്ട്. അത് വിട്ടിട്ട് ഇന്നലെ പോലും നടന്നതാണ്.
ഈ പ്രതികളെ പിടിക്കുന്നതിന് പകരം ആർക്കാണോ പരിക്ക് പറ്റിയത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്, ഹോസ്പിറ്റലിനകത്തേക്ക് തള്ളിക്കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്ത് മാതൃകയാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി ബി വിഷ്ണു. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ എം വി നടേശൻ. ഡോക്ടർ എം വി നടേശൻ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധങ്ങളിലൂടെ, അവകാശ സമര പോരാട്ടങ്ങളിലൂടെ സജീവമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇടതിൻ്റേത് എന്ന എല്ലാവർക്കും അറിയാം. അവരുടെ അവകാശവാദവും അതാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനെതിരെ, ഒരു മന്ത്രിക്കെതിരെ യുവാക്കൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെ അവരുടെ സംഘടനയിലെ യുവജന സംഘടനകളുടെ നേതാക്കളെ കൊണ്ട്, SFIക്കാരെ കൊണ്ട്, DYFIക്കാരെ കൊണ്ട്, CPM നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് നഗരസഭയിലെ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തലസ്ഥാനത്തടക്കം CPM, DYFI, SFI ഗുണ്ടാരാജു. നമസ്കാരം. കേരളം വീണ്ടും ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പോലീസും അതുപോലെ തന്നെ CPM നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. എപ്പോഴൊക്കെയാണോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത് ആ സമയത്തെല്ലാം ഒന്നുകിൽ CIT ഇറക്കും, അതല്ലെങ്കിൽ DYFI ഇറക്കും, അതല്ലെങ്കിൽ SFI ഇറക്കും. അതല്ല എങ്കിൽ ആരെങ്കിലും കൊല്ലുകയെങ്കിലും ചെയ്യും. ഇതിലൂടെ അവര് കാണുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ഇതിന്റെ ഫലമായി സംഭവിച്ചത് കേരളത്തില് ഇന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഭയമാകുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുന്ന് രക്ഷ നേടുകയാണ്. ഇതിന് ഉത്തരവാദി ഈ പറഞ്ഞ ഒരൊറ്റ പ്രസ്ഥാനത്തിനുള്ളതാണ്. എന്ത് മഹത്വം പറഞ്ഞാലും കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ ഈ നിലയിലേക്ക് മാറ്റി, അതായത് സ്വാതന്ത്ര്യമില്ല എന്നത്, ഒരു തൊഴിലിടത്ത് CIT അല്ലാത്ത ഒരു ടീം ചെന്ന് കഴിഞ്ഞാൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. കലാലയങ്ങൾ ഇതുപോലെ തന്നെയാണ്. 24 മണിക്കൂറും അവിടെ തമ്പടിച്ചിരിക്കുന്നതായ വിദ്യാർത്ഥികളല്ല ശരിക്കും യഥാർത്ഥത്തിൽ. വിദ്യാർത്ഥികളല്ല, അവരെല്ലാം തന്നെ ഗുണ്ടകളാണ്. ആ തരത്തിൽ മറ്റൊരു ആശയത്തെ ഒരു തരത്തിലും സ്വീകരിക്കാത്ത ഒരു സമീപനം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതേ ആളുകൾ എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ DYFIക്കാരന്റെ ആവശ്യമല്ല, SFIക്കാരന്റെ ആവശ്യമല്ല. പക്ഷെ ഇവിടെ കേരളത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള ആ അവസരത്തെ, അവകാശത്തെ ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച പോലെ ബഹളങ്ങളൊക്കെ നടന്നു. പക്ഷെ ഓർക്കേണ്ടത്, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഇവരെല്ലാവരും മറക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അത് അനുഭവിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന കാര്യം ഇവർ മറക്കുന്നു. ഇവരിപ്പോ ഇറങ്ങി പുറപ്പെട്ടിരിക്കണേ എന്താ വെച്ചാൽ രാഷ്ട്രപതിക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഗവർണർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പാഠ്യപദ്ധതി റെഡിയാക്കാൻ പോവുകയാണെന്നാണ്. മര്യാദക്കൊരു 4 വാക്യം പോലും പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുമാണ് ഈ വേഷം കെട്ട് പറയുന്നത്. ഒരിക്കലും ആ തരത്തിലുള്ള സമീപനം കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തെ പ്രതിനിധീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ അന്താരാഷ്ട്ര വേദിയിൽ വന്ന് നമ്മുടെ പല നേതാക്കന്മാരും കിടന്ന് കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതല്ല കേരളത്തിന്റെ പാരമ്പര്യം. കേരളം എല്ലാ തരത്തിലും മുന്നേറണമെങ്കിൽ വിദ്യാഭ്യാസ രംഗം തന്നെ മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ രംഗങ്ങളും അതുപോലെ കലാലയങ്ങളും മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിലേക്ക്, പ്രത്യേകിച്ച് സർക്കാരിന്റെ കോളേജിലേക്ക്, മാനേജ്മെന്റ് കോളേജിലേക്ക് ചെന്നാൽ അപ്പം അറിയാം, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വരകളും കൊടികളും രീതികളുമാണ് അവിടെയുള്ളത്. ഈ സ്ഥലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിർഭയമായി പോകാൻ സാധിക്കും എന്നത് ഇവിടുത്തെ ഓരോ പൗരനും ചോദിക്കാനുള്ള ചോദ്യമാണ്.
ഇതിന് മറുപടി പറയാതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഗവർണർ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഭാരതമാതാവ് എന്നുള്ളതും ബോലോ ഭാരത് മാതാ കി ജയ് എന്നുള്ളതെല്ലാം ഇത് RSSകാർ ഉണ്ടാക്കിയതല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയും ടാഗോറും അരവിന്ദ ഘോഷും അടക്കമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വന്ദേ മാതരം എന്ന് വിളിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മലയാളി, ഏതെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ ആരും കേൾക്കാതിരിക്കില്ല, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേട്ടിട്ടുണ്ട് കാണും. അത് എങ്ങനെയുള്ളവർക്കാണ് അഭിമാനമാകുന്നത്? എന്റെ നാടാണ്, എന്റെ സംസ്കാരമാണ്, എന്റെ ഭാഷയാണ് എന്ന ബോധമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബോധം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ DNA ദേശീയ ബോധമോ ഇവിടുത്തെ സംസ്കാരത്തോടോ ഭാഷയോടോ ഒരു തരത്തിലും അവർക്ക് സ്നേഹമില്ല എന്നത് പലവരും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ വേദത്തെയും പുരാണത്തെയും ഭാഷയെയും സംസ്കാരത്തെയും കലയെയും അതിനെല്ലാം വെറുപ്പോടെ കാണുന്ന ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ടോ ഏതെല്ലാം രാജ്യത്തെ നശിപ്പിച്ച ബിംബങ്ങളാണോ, കഞ്ചാവിനും മയക്കുമരുന്നിനും പ്രതീകമായിട്ടുള്ള ചില വ്യക്തികളെ, അവരാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ പ്രതീകമായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടത്തെ പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം നന്നാവണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കണം, അവരായുധം താഴെ വെക്കണം. ഇവിടുത്തെ പല കലാലയങ്ങളും അത് അവരുടെ ഓഫീസായിട്ടുള്ളത് അതെല്ലാം അവരുടെ ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, അധ്യാപകരെ അപമാനിക്കുക, അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മത്സരിക്കാൻ പോലും, നോമിനേഷൻ കൊടുക്കാൻ പോലും അവകാശം നിഷേധിക്കുക, അക്രമം അഴിച്ചുവിടുക, ഏതെങ്കിലും വഴിയിലൂടെ ജോലിയിലേക്ക് മറ്റ് തലങ്ങളിലേക്കൊക്കെ പിൻവാതിൽ വഴി കടന്നു കയറുക, പോലീസിൻ്റെ പണി ചെയ്യുക, ഗുണ്ടകളുടെ പണി ചെയ്യുക. ഈ SFIയും DYFIയും ഒക്കെ എന്ത് മാതൃകയാണ്? അല്ല, നിങ്ങളിപ്പോൾ ആ ചോദിച്ചതിൽ തന്നെ ഒരു തെറ്റുണ്ടല്ലോ. കാരണം എന്ത് മാതൃകയാണ് എന്ന് ചോദിക്കല്ല. ഈ തെമ്മാടിപ്പിള്ളേരെ പണ്ടും മാതൃകയല്ലല്ലോ കേരളത്തിനകത്ത്. ഇവരുടെ പരിപാടി എന്താണ്? ചോറ്റുപാത്രം ബാഗിലും വെച്ച് നേരെ സ്കൂളിലേക്ക് വരിക, അത് സ്കൂളിലേക്കും കോളേജിലേക്കും വരിക, അത് അവിടെ വെച്ച് തെരുവിലിറങ്ങുക, തെണ്ടിത്തരങ്ങൾ കാണിക്കുക എന്ന് പറയപ്പെടുന്നത് ആപ്തവാക്യമായിട്ടും അത് ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുന്ന വിഭാഗമാണല്ലോ. ഇവരെ വിദ്യാർത്ഥികളൊന്നും വിളിക്കാൻ പറ്റില്ല. അതായത് അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളരാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ലെവലേശം പോലും യാതൊരുവിധ തരത്തിലുള്ള സാംസ്കാരിക മൂല്യമോ മര്യാദയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാത്തൊരു വിഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പൂർവ്വചരിത്രം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവർ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തികളും അധ്യാപകരുടെ കസാര കത്തിക്കലായിക്കോട്ടെ, അധ്യാപകരെ ശവക്കുഴി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവക്കല്ലറ ഒരുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അധ്യാപകരോട് അനാവശ്യം പറയുന്ന വിഷയമായിക്കോട്ടെ, നിരവധി പ്രധാന അധ്യാപകന്മാർ ഇവരുടെ പ്രവർത്തികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ ആയുധം എന്ന് പറയപ്പെടുന്നത് ABVP വിദ്യാർത്ഥികളുടെ അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനോപാധി ഇറങ്ങിയ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് പുസ്തകവും പേനയും അതുപോലെ തന്നെ ബാഗും ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇവന്മാരുടെ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് എന്താണ്? കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ വടിവാളും വെട്ടോത്തിയും ചങ്ങലയും ബോംബും കൊണ്ടുവന്നിട്ട് ആ പ്രവൃത്തി മുഴുവൻ കാണിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചിരുന്ന വ്യക്തിയാണല്ലോ ഒന്നാന്തരം ഗുണ്ടാ സ്വഭാവം നടത്തുന്ന കേരളത്തിലെ മന്ത്രിയാണെന്ന ബോധ്യം പോലും ഇല്ലാത്ത ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ. എന്താണ് ഇവിടുത്തെ ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ? അത് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. എന്താണ് ശിവൻകുട്ടിക്ക് ഇതിൽ ഇത്ര വലിയ
ആഭാസത്തരം കാണിക്കുന്ന വ്യക്തിക്ക് എത്ര വലിയ വിഷമമുള്ളത്. എന്താ ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും നടന്നു പോകുന്നതും. ഗതികേട് കൊണ്ടാണല്ലോ കേരളം ആ വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയായി അംഗീകരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കേണ്ടി വരുന്നതുകൊണ്ട്, അല്ലാണ്ട് അറിവും വിവരവും പ്രാപ്തിയും ഒന്നും ഉള്ളതുകൊണ്ടൊന്നും അല്ലല്ലോ. കേരളത്തിൽ ഭാരതാംബയെ വെച്ച പടം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് ആ ഭാരതാംബ എന്നൊന്ന് ഈ മിടുക്കിനോടൊന്ന് എഴുതാൻ പറഞ്ഞു നോക്കിയ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോട് 4 ദിവസം എടുത്താലും ആ പൊന്നുമോനെ അത് എഴുതാൻ പറ്റൂല. 2, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിയമസഭയിലെ ആഭാസതരം കാണിച്ച് വള്ളിനിക്കർ കേരളത്തിനും സമൂഹത്തിനും കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പ്രമുഖ ഗുണ്ട, ആ ഗുണ്ടയെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ള മറ്റു ഗുണ്ടാ പിള്ളേർ. ഇതാണല്ലോ അതിൻ്റെ കാര്യം. ഇത് കുറേ ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. 9 കൊല്ലമായിട്ട് ഈ റോഡിൽ തേണ്ടി നടന്ന് ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ ഇവർക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് മുഴുവൻ ജയ് വിളിക്കേണ്ടുള്ളത് കൊണ്ട്, അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ചുരുക്ക് തീർക്കാൻ ABVPയുടെ കുട്ടികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അഭ്യാസം കളിക്കാം എന്നിവർ കരുതിയെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനും അവർക്ക് വേണ്ട നീതിന്യായ വ്യവസ്ഥയിൽ കിട്ടേണ്ട കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ആളുകളുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആ കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് യാത്ര നടന്നല്ലോ. 21 മരവാഴകൾ കേരളത്തിലെ വണ്ടിയിൽ കയറിയിരുന്ന് ഏറ്റവും കൂടുതൽ പരാതി മേടിക്കുന്നതാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ വാല്യൂ എന്ന് പറഞ്ഞ് യാത്ര ചെയ്തല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സമയത്ത് ഇവരൊരു പരിപാടി പോലീസും ഇവരുടെ ഗുണ്ടകളും കൂടി ചെയ്തു. അത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ രക്ഷാപ്രവർത്തനം എന്നാണല്ലോ വ്യാഖ്യാനിച്ചത്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം യൂത്ത് കോൺഗ്രസ്സുകാരോട് ചെയ്ത സമയത്ത് അതും മേടിച്ച് വെച്ച് വീട്ടിൽ പോയ ശൈലി ആയിരിക്കില്ല ABVP കുട്ടികളോട് ഇവർ ചെയ്താൽ. അത് തിരിച്ച് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി തന്നെ ജനാധിപത്യ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ മുന്നിൽ നിർത്തി വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് കൃത്യമായി തന്നെ ഈ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ നേരിടാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ, യഥാർത്ഥ വിദ്യാർത്ഥികൾ തയ്യാറാകും. ഇതേപോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം ശ്രീകൃഷ്ണ. എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ദുരന്തം ഏറ്റെടുത്തതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു കഴിവും പരകഴിവും ഇല്ലാത്ത ബിന്ദു മിനിസ്റ്റർ ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ 9 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ ഇന്ത്യ വിട്ടുപോക്ക്, കേരളം വിട്ടുപോക്ക് നിങ്ങളൊന്ന് കണക്കെടുത്ത് പരിശോധിക്കണം. നട്ടല്ലും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ പുറത്തുവിടട്ടെ ആ കണക്ക്. ഇവർ അതിന് കൈയടിച്ച് വിമാന ടിക്കറ്റും കയറ്റി വിടുകയല്ല കേരള സർക്കാർ ചെയ്യേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറം രാജ്യത്തേക്കും പുറം സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പഠിക്കാൻ പറ്റാത്ത രീതിയിൽ മലീമസമായിരിക്കുന്നു എന്ന ബോധ്യം ആ കുട്ടികൾക്കും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മലീമസമാകുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ക്യാമ്പസുകളിൽ ഈ SFI എന്ന് പറയപ്പെടുന്ന വിഭാഗം ഗുണ്ടകളുടെ വിളയാട്ടങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ അധ്യാപക സംഘടനയടക്കമുള്ള അധ്യാപകരാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു. അവിടെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നു. അവർ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിനപ്പുറത്തേക്കും ഇന്ത്യക്കപ്പുറത്തേക്കും പോകേണ്ട ഒരു ഗതികേട് അവസ്ഥയുണ്ടായിരുന്നു. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ വിഭാഗം ഗുണ്ടകളാണ്. ഈ ഗുണ്ടകളുടെ വിളയാട്ടം ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക. അവിടെ പോലീസുകാരുണ്ടായിരുന്നല്ലോ. ഇന്നലെ കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയും ഈ അഷറഫ് എന്ന് പറയപ്പെടുന്ന ഒരു പോലീസുകാരൻ്റെ സർവ്വസമ്മതത്തോടുകൂടി CIയും SIയും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഈ ഇടതുപക്ഷ ഗുണ്ടകളുടെ വിളയാട്ടം നടന്നു. ആ SFIയുടെ ഗുണ്ടാ വിളയാട്ടത്തിന് വേണ്ടി നിർത്തിക്കൊടുക്കുകയാണ് അഷറഫ് എന്ന് പറയപ്പെടുന്ന ACPയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരത്തിൽ മറ്റൊരു പ്രവൃത്തി നടക്കുമ്പോൾ പോലീസ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ അച്ചുകൂട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല അവർക്ക് കൊടുക്കുന്നത്. എൻ്റെയും കൃഷ്ണരാജിൻ്റെയും അതേപോലെ തന്നെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും നികുതി പണത്തിൻ്റെ വിഹിതമാണ് ശമ്പളം കൊടുക്കുന്നത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ അവർ കണ്ണടയ്ക്കുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരോട് അവർക്ക് നീതി കാണിക്കാൻ വേണ്ടിയാണ് ഈ നീതികേടിന് അവർ കൂട്ടുനിൽക്കുന്നത് എന്നും കൂടി പൊതുജനം ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു സമയമാണിത്. ഇവിടെ ആ ചെയ്തത് പരിപൂർണമായിട്ട് എന്ത് ചവിട്ടാണ് ചവിട്ടുന്നത്? എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എന്ത് തെറ്റാണ് ആ വിദ്യാർത്ഥി നേതാവ് ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള മോശകരമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ നാട് അംഗീകരിക്കാത്ത വിഷയത്തിൽ അദ്ദേഹം ഏർപ്പെട്ടോ? ഏതെങ്കിലും തരത്തിൽ നിയമത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം കൂട്ടുനിന്നോ? നിങ്ങൾ ചോദിക്കണം.
ഈ കാര്യത്തിലൊന്നും ഇല്ലാത്തൊരു ആ വിഷയത്തിന് കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വ്യക്തമാണ്. കടവയിലേക്ക് ചവിട്ടുകയും മറ്റൊരു അദ്ദേഹത്തെ ABVP തല്ലുകയും പ്രവർത്തകനെ മുഖത്ത് തല്ലുന്നു, തല്ലുകയും ചെയ്യുമ്പോൾ അത് പിടിച്ചു മാറ്റാനായി ഈശ്വർ പ്രസാദ് ചെല്ലുന്നു, വളരെ ക്രൂരമായി ഒറ്റയ്ക്ക്. അതിൽ എന്ത് അന്തസ്സാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ 10-12 പേർ ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുന്നു, തല്ലുന്നു, ചവിട്ടുന്നു, വീണ് കിടക്കുന്നിടത്ത് വീണ്ടും ചവിട്ടുന്നു. അല്ല, ശിവൻകുട്ടിയുടെ ഗുണ്ടാപ്പടയിൽ നിന്ന് ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശിവൻകുട്ടിയും അത് തന്നെയായിരുന്നല്ലോ. അതൊന്ന് നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കേരളത്തിലെ നിയമസഭയിൽ ഇപ്പൊ ശിവൻകുട്ടി ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത് ശ്രീ കൃഷ്ണരാജ്. ആ ഭരണഘടനയിൽ എവിടെയാണ് സർ ഈ നിയമസഭയിൽ വള്ളി ടൗസ് റൂട്ട് വേഷം കെട്ട് കാണിച്ചുകൊണ്ട് ഡൈസിൽ കയറി തെമ്മാടിത്തരം കാണിക്കാമെന്ന് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ശിവൻകുട്ടിയോട് ആരോടെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയ ഗുണ്ട കേരളം ഭരിക്കുമ്പോൾ ചെറിയ ഗുണ്ടകൾ കേരളത്തിലെ തെരുവീതികൾ വിളയാടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി കുറവല്ല പോലീസിന്. പക്ഷെ പോലീസ് അവിടെ കണ്ണടയ്ക്കുന്നത് നിയമവാഴ്ച ഭംഗിയായി നടപ്പിലാക്കേണ്ട വ്യക്തികൾ, നീതിന്യായ വ്യവസ്ഥ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം വാങ്ങികളായി, അടുക്കള നിരങ്ങികളായി മാറുന്നു എന്ന വലിയൊരു സാഹചര്യം കേരളം കാണുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷം, അങ്ങനെ ഒരു പക്ഷം ഇവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം എന്ത് മോശത്തരം പോലീസിൻ്റെ ഭാഗത്തുണ്ടായാലും, എന്തൊക്കെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരാജയപ്പെട്ടാലും ഒരു പ്രയാസമില്ല, പിണറായി നിങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർ കാണിക്കുന്ന ഈ മോശത്തരങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിന്റെ പ്ലാൻഡ് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭാവിയിൽ അവർക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി അവന് കൃത്യമായ രീതിയിൽ, ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ പോലീസ് നിയമവാഴ്ച നടപ്പിലാക്കി നീതിന്യായ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി കൊണ്ടുവന്ന് അവന് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പഴയ ABVP പ്രവർത്തകർ കൃത്യമായി ഞങ്ങളും തെരുവിലിറങ്ങും. ബി വിഷ്ണു, നിങ്ങൾ ഇന്നലെ പല സമരങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിലത്തേതാണ് കൂടുതൽ അക്രമാസക്തമായത്. ഇന്ന് രാവിലെയും പലയിടങ്ങളിൽ സമരങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ റോഡ് ഉപരോധം നടന്നു. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് എന്തു പ്രതിഷേധമാണ്? ഇന്ന് തലസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ കാണുന്നത്, കേരളത്തിലെ പല സ്ഥലങ്ങളിലും, കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്ക് മാത്രമല്ല, ഇന്ന് നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിൽ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ മാർച്ചിനെ പറ്റി മാത്രമാണ് ഈ ഒരു സമയം വരെ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഏത് തരത്തിൽ ഈ പറഞ്ഞ നേരത്തെ ഉല്ലാസേട്ടൻ പറഞ്ഞതുപോലെ SFIക്കാരാണോ അല്ലെങ്കിൽ ഇന്നലെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കും. ഇത് വിദ്യാർത്ഥികളെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാലിലെ കൗൺസിലറടക്കമുള്ള ആൾക്കാരുണ്ട്, DYFIയുടെ വഞ്ചിയൂരിലെ മേഖലയുടെ ചുമതലയുള്ള ആളുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ഏരിയ കേന്ദ്രീകരിച്ച്, അല്ലെ 2-3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെന്ന് വരുന്ന ഒരു ഗുണ്ടാ ബെൽറ്റാണ്. പണ്ട് മുതലേ കാലങ്ങളായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടാ സമ്പ്രദായത്തിനെ വളർത്തിയിട്ടുള്ള നേതാവാരാണ്? ശിവൻകുട്ടിയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിണറായി വിജയൻ്റെ വിശ്വസ്തനായ അനുയായിട്ട് നടക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് പരുമല കോളേജിൽ നമ്മളുടെ വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞ് മുക്കിക്കൊന്ന ആ വിഷയത്തിനോടനുബന്ധിച്ച് നിയമസഭയിൽ അത് ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ MLA വലിയ തമാശയോടെ നിങ്ങൾക്ക് എന്താണ് പിന്നെ ABVPക്കാരുടെ കാര്യത്തിൽ ഇത്ര വലിയ ഉത്സാഹം എന്ന് ചോദിച്ച് അടക്കിയിരുത്തിയ ആളാണ് അന്നത്തെ നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അയാളുടെ പിൻതലമുറക്കാരനാണ് ഈ പറയുന്ന പിണറായി വിജയൻ. അയാളുടെ കാവലാളാണ് ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്നും ഒന്നും പറഞ്ഞ് സമയം കളയാനായിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കലാലയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 കലാലയങ്ങൾ, 3 കലാലയങ്ങൾ, നമ്മളിപ്പോൾ സംസ്കൃത കോളേജിൽ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ, കാര്യവട്ടത്ത്, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും തന്നെ ഇവർക്ക് യൂണിറ്റ് ഉണ്ടോ? യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ നേതൃത്വം തന്നെയാണ് അത് പിരിച്ചുവിട്ടത്. അപ്പോൾ അവരുടെ പാർട്ടി സമ്മേളനത്തിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തതാണ്. SFIയെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, CPMൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരത് പറഞ്ഞത്? ഒരു സംഘടനയ്ക്ക് പോലും, പേരൻ്റൽ സംഘടനയ്ക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നാടിന് മൊത്തത്തിലൊരു വിപത്തായിട്ട് അവർ വളർന്നു വരികയാണ്. അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഗൂൺസിനെ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
മനസ്സിലായില്ലേ? ഇപ്പോൾ 2025 കാലം മാറിയിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലെ കയ്യൂക്ക് കൊണ്ട് മാത്രമേ അധികാരം പിടിക്കാനാവൂ എന്നുള്ള സങ്കല്പമാണ് അവർക്ക്. തിരുവനന്തപുരത്തെ ഭരണപരാജയം മറച്ചു വയ്ക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരുടെ മേയറുടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയങ്ങളിലേക്ക് പോകുന്നത് അത് തന്നെയാണ്. കാരണം പ്രതിഷേധങ്ങളൊക്കെ സമാധാനപരമായിട്ട് ABVP കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുണ്ടായെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് ചെല്ലും ചിലവും കൊടുത്ത് സാമ്പത്തികവും കൊടുത്ത് പോലീസുകാരെ കൂട്ടി നിർത്തിയിട്ട് എവിടെയും കയറി ചെന്ന് എന്തും ചെയ്യാമെന്നുള്ള ഒരു പോളിസി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഇവരുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്യാബിനറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇവർ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ച പോളിസി ആയിരിക്കണത്. ശരി, ഡോക്ടർ MV നടേശൻ, അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ, നോക്കൂ, എൻ്റെ ഒരു ചോദ്യത്തിന് അങ്ങ് ഇപ്പോഴും ഉത്തരം നൽകിയിട്ടില്ല. അതായത് മന്ത്രിയുടെ സുരക്ഷാ ചുമതല ആർക്കാണ്? അപ്പോൾ അങ്ങ് മറുപടി നൽകിയത് പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഈ ഗുണ്ടകൾ ഇടപെട്ടത് എന്നാണ്. അതിനർത്ഥം ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നാണ്. ശരി, ഹസ്കർ ഇല്ല, അദ്ദേഹം കട്ട് ചെയ്തു പോയി. ഡോക്ടർ MV നടേശൻ, ഉത്തരം മുട്ടുകയാണവർക്ക്. സുരക്ഷാ ചുമതല ആർക്കെന്ന് ചോദിച്ചപ്പോൾ പോലീസിനാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ പ്രതിരോധിക്കേണ്ട സമയം വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞത്. 7 പേരാണ് ABVP-ക്കാർ അവിടെ ഉണ്ടായിരുന്നത്. ആ 7 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രതിരോധമൊരുക്കിയാണ് DYFI-യും SFI-യും ഒക്കെ ചേർന്ന്. എന്തൊരു കഷ്ടമാണ്. എനിക്ക് ആദ്യം ABVP-യുടെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ നയിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ജ്ഞാനം ശീലം ഏകത. അത് ആ തരത്തിലുള്ള ആളുകളോട് മാത്രമേ അത് പാടുള്ളൂ. ഈ ഷഠനോട് ശാഠ്യം എന്നൊരു ചൊല്ലുണ്ട്. ഗുണ്ടകള് ആണവര്, അവർ വിദ്യാർത്ഥികളോ മനുഷ്യരോ പോലും അല്ല. അതുകൊണ്ട് ഈ ജ്ഞാനവും ശീലവും വെച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ നിലയിൽ അവര് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇപ്പൊ തന്നെ കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും എല്ലാ കാര്യത്തിലും പോലീസ് ഇവരോടൊപ്പമാണ്, ഗുണ്ടകൾ ഇവരോടൊപ്പമാണ്, തമ്പടിച്ചിരിക്കുന്ന SFI-ക്കാരോട് ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോ ആര് ആർക്ക് ഇവിടെ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നുള്ളൊരു വിഷയമല്ല. കാരണം ഇവരെല്ലാം ഒരു കൂട്ടുമുന്നണിയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, നിരന്തരമായി നടക്കുന്നതിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷമല്ല, നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഈ തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണമെങ്കിൽ പൊതുസമൂഹം ഇതിനെതിരായി ഉണരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഇപ്പൊ നേരത്തെ നമ്മുടെ ഹസ്കർ പറഞ്ഞത് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറി അർലേക്കർ, RSSന്റെ ചിഹ്നങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഇവിടുന്ന് പോയത്. ഈ ഭരണഘടന അനുവദിച്ചിട്ടുള്ളതായ മൗലികമായ അവകാശങ്ങളുണ്ട്. ആ മൗലികമായ അവകാശം തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടിയിട്ട് സംഘടിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ്. അതിനെയാണ് ഇവർ ലംഘിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാരതമാതാവിന്റെ കഥയിലും ഇതുപോലെ തന്നെയാണ്. 2024 മദ്രാസ് ഹൈക്കോർട്ടിലുള്ള വിധിയെ സംബന്ധിച്ച് ഇന്നിപ്പോ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അനുഭവിക്കേണ്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെയാണ് ഇവര് നിഷ്കരുണം ഇല്ലായ്മ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരെ കൂട്ടി പ്രതിരോധിക്കും എന്നുള്ളതാണ്. മനുഷ്യൻ എത്തുന്ന സ്ഥാനത്തേക്ക് ഗുണ്ട എന്ന് മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ഈ നിലയിലാണ് അവർ അധികാരം പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ ഇന്ന് ഇവരുടെ ഈ SFI നേതാക്കന്മാരുടെ, പഴയകാല SFI നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സർവകലാശാലകളെല്ലാം തീരെഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ആശയത്തിന്റെ വക്താവിനെ ഇല്ലാതാക്കിയാൽ അതിന്റെ പാരിതോഷികം വളരെ കൃത്യമാണ്. ഇതാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു രക്ഷയില്ല. മറിച്ച് പാർട്ടിയുടെ ഓരം ചേർന്ന് അക്രമം നടത്തിയാൽ അവന് വാഴക്കൊല PhD ആണെങ്കിൽ അത് കിട്ടും, ജോലി കിട്ടും, PSC വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് റാങ്ക് ആവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടി